മലയാളത്തിന്റെ ഭര എന്നുള്ള അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള അങ്ങനെ ഓളം പെട്ടുന്നതായിട്ടുള്ള സിന്ധുവിലേക്ക് നിപതിത എന്ന് പറഞ്ഞു. വീട് കിടക്കുന്നതായിട്ടുള്ള ആൾക്കാര് പതിത പറഞ്ഞാണ് വീഴ. നിപതിത എന്ന് പറഞ്ഞ എന്താ? ആരോ തള്ളിയിട്ടു. ആരാണ് തള്ളിയിട്ടത്? ഈ വക ചോദ്യങ്ങൾ. നമ്മളായിട്ട് പോയി വീണതല്ല ഈ ഭക്തിയില്. കാരണം ആലോചിച്ച് മനസ്സിലാവും, നമ്മളായിട്ടല്ല ഭക്തിയിൽ വീണിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ആരോ തള്ളിയിട്ടതാണ്. ഓഫീസ് പോകാൻ ടൈ കെട്ടി നിൽക്കുകയായിരുന്നു. കുട്ടികളെ വെള്ളത്തിൽ കിടന്ന് പൊളിക്കണേ എന്ന് പറഞ്ഞു. നമുക്കൊന്ന് കുളിക്കണമെന്നില്ല, പക്ഷെ ഓഫീസിൽ ലേറ്റ് ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പിടിച്ച് തള്ളിയിട്ടു, വെള്ളത്തിൽ വിട്ടു. സൂട്ടും കോട്ടും ടൈമുണ്ട്, അതാ കിടക്കുന്ന വെള്ളത്തിൽ നീന്തി പൊളിച്ചു. ഹാഫ് ഡേ ലീവാട്ടെ. അങ്ങനെ ആരോ തള്ളിയിട്ടു. ഈ ഭക്തി എന്ന ഈ വെള്ളത്തിൽ കയറാൻ പറ്റില്ല. എല്ലാ രാജ്യങ്ങളും വലിയ ഗമയോടെ നിൽക്കുകയായിരുന്നു. ഞാനിപ്പോ ഭക്തനാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവുള്ളൂ. ആരോ പിടിച്ച് തള്ളിയിട്ട അത് കിടന്നു പ്രേമഭക്തിയുള്ള വെള്ളത്തിൽ. അങ്ങനത്തെ ഒരു തള്ളിയിടല്ല. ആരാ തള്ളിയിട്ട് നമ്മളെ? ഇതൊക്കെ ആലോചിക്കണ്ടേ? വെറുതെ നമ്മൾ വന്നു, കുറെ ചാടി കളിച്ചു, കുറെ സാധനം കഴിച്ചു, അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മുടെ മൂലപ്രജ്ഞ കൊണ്ട് ഈ മൂലപ്രകൃതിയെ ഭേദിച്ച് പരമാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം നമ്മള്. അതിന് അർഹതപ്പെട്ടവരാണ്. കാരണം മനുഷ്യ ജന്മമാണ്. അത് അവകാശമാണ്. അവകാശം മാത്രം പോരാ, കുറച്ച് ചുമതലയും വേണ്ടേ? തറവാട്ട് മുതലിന് അവകാശിയുടെ പറഞ്ഞ ഗർവിച്ച് നടന്നാൽ മതിയോ? ചുമതല ആരെ ഏറ്റെടുക്കും? ധർമ്മം ആചരിക്കുന്നതാണ്. ആരാണ് ആ ധർമ്മം കാണിച്ചു തരാ നമുക്ക്? ആരാണ് നമ്മളെ ചുമതലപ്പെടുത്തി തരാ? ഇങ്ങനെ കുറെ ആരാണ് 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 ഭഗവാൻ തന്നെയാണ് അത് ചെയ്യുന്നത്. ഭക്തിരത്നാകര നരഹരി താക്കൂറിന്റെ എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം അന്നത്തെ കാലത്ത് മഹാഭാഗവതന്മാര് വെറും പരിചയം മാത്രമല്ല ഇരുന്നിട്ടുള്ളൂ, അവരെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു എന്താ പറയാ, നമ്മുടെ പത്രാധിപനെ പോലെ അവര് വളരെ വേണ്ടത് ജനങ്ങൾക്ക് സത്യസന്ധമായി വിശ്വസിക്കുന്ന രീതിയിൽ എല്ലാവിധ പ്രമാണങ്ങളോട് കൂടിയിട്ട് അവര് എഴുതി വയ്ക്കുകയും ചെയ്തു. മഹാഭാഗവതന്മാരാണ് ഇത് ചെയ്തത്. വെറും കവികൾ മഹാകവികളൊന്നുമല്ല. മഹാകവികൾ പലതും എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചപ്പോ ഭൂമിക്ക് എന്തുണ്ടായിന്ന് ചോദിച്ചാൽ അത് ഈ മഹാകവികൾക്ക് തന്നെ അറിയുന്നു. പക്ഷെ മഹാഭാഗവതന്മാരുടെ സ്ഥിതി അതല്ല. മഹാകവികൾക്ക് ഒരുപാട് ഉണ്ടായിരിക്കും. ഇപ്പൊ അത്രയ്ക്ക് മഹാകവികളുടെ ആരാധകന്മാരൊക്കെ ഇല്ല. അവർക്ക് മരിച്ചുപോയി. വെള്ളത്തോളിയോ അല്ലെങ്കിൽ മനുഷ്യന്റെയോ ഉള്ളൂരിന്റെയോ ആരും പറഞ്ഞാൽ തന്നെ അറിയില്ല. ചില ശ്ലോകങ്ങളൊന്നും ആർക്കും ഓർമ്മയില്ല. പണ്ടൊക്കെ ആ ശ്ലോകങ്ങൾ വലിയ നമ്മുടെ രക്ഷയ്ക്ക് വരും. അശ്വശ്ലോകത്തിൽ മനസ്സിലാക്കുക. ഇപ്പൊ മണിപ്രവാളം എന്ന് പറയും. ആർക്കും അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ മഹാകവികളുടെ കാലമല്ല. അപ്പൊ മഹാഭാഗവതന്മാര് ആവശ്യമുണ്ട്. വില്ലമകൻ എന്നൊക്കെ പറഞ്ഞ എപ്പോഴും ആവശ്യമുള്ള ഒരാളാണ്. എല്ലാവർക്കും ആവശ്യമുള്ള ആളാണ്. പൂന്താനം പറഞ്ഞ ഉടനടി വേണം. ഇടയ്ക്ക് മറ്റേ നമ്മുടെ ശ്രീ രവിശങ്കർ ആൾക്കാരെ മണ്ണുത്തിയിലെ ചർച്ചിന് മുമ്പിലേക്ക് ഇരുന്നിട്ട് ജ്ഞാനപ്പാലം ചെല്ലണം കേട്ടപ്പോ പൂന്താനം വളരെ കറണ്ട് ആയിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിലായി. അപ്പൊ അതിലെ മഹാഭാഗവതന്മാര് നമുക്ക് വളരെ ആവശ്യമാണ്. ഇന്നത്തെ കാലത്തും അവരെ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ മഹാഭാഗവതന്മാരായിട്ടുള്ള വൃന്ദാവൻ ദാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ ചൈതന്യ ഭാഗവതത്തില് വെറും എഴുത്തുകാരല്ല കേട്ടോ, വെറും കവികളല്ല കേട്ടോ, വെറും ഭാവന ലോലുപന്മാരല്ല കേട്ടോ. സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് സത്യത്തെ ചരിത്രത്തിൽ നിന്ന് പുഴക്കിക്കൊണ്ട് മനുഷ്യ ഹൃദയത്തിലേക്ക് പറിച്ചു നടുകയാണ് അവർ ചെയ്യുന്നത്. ചെറിയ കാര്യമല്ല. വെറുതെ കടലാസിൽ എഴുതിയിട്ട് വലിയ ആളാവുകയല്ല ചെയ്യുന്നത്. മനുഷ്യ ഹൃദയത്തിലേക്ക് പറിച്ചു നടുക ചെയ്യുന്നത്. പറിച്ചു നട്ടാൽ മാത്രം പലതും മുളയ്ക്കുന്നത്. വേടന്റെ അമ്പും കവിയുടെ ഉപമയും ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ പോരാ എന്നാണ് രാമാന്തരായ പറഞ്ഞത്. ചൈതന്യമാഹാപ്രഭുവിടെ രൂപകസ്വാമിയുടെ സമാസങ്ങളും അവിടുത്തെ ഉപമകളും വായിച്ചുകൊണ്ട് രാമാന്തരായ പറയാണ്, മഹാപ്രഭു വേടന്റെ അമ്പും കവിയുടെ സമാസങ്ങളും വൃത്തവും ഹൃദയത്തിലേക്ക് പ്രവേശിച്ച മരം പോരാട്ടോ. പിന്നെന്താണ് രാമാനന്ദ വെച്ചപ്പോ അത് തല ചുറ്റുമാണത്രേ. പ്രവേശിച്ചിട്ട് തലയിട്ടില്ലെങ്കിൽ അതുകൊണ്ടെന്താ ഗുണമെന്ന്. അമ്പ് പ്രവേശിച്ചു ആള് ചത്തില്ലെങ്കിലോ, മൃഗം ചത്തില്ലെങ്കിലോ? മൃഗം ചാവാനല്ലേ അമ്പയാണ് വേടൻ. എന്റെ ഹൃദയത്തിലും നിറച്ചു. പക്ഷെ മൃഗം ചാവാനില്ല, തലയിട്ടില്ല, മൃഗം മയങ്ങില്ല, മൃഗം കിടന്നു പടയുക. പിന്നേതാ അതേപോലെ കവിയുടെ സമാസങ്ങളെ ഹൃദയത്തിലേക്ക് കയറി. പക്ഷെ സഹൃദയനാക്കിയാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു പരിണാമങ്ങൾ വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. പഴയ പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടക്കുകയാണ്, മേഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അന്നമയനായിട്ട് പ്രാണമയനായിട്ട്. പിന്നെന്താ അതുകൊണ്ട് ഗുണം? അപ്പൊ അതുകൊണ്ട്
ഈ മഹാഭാഗവതന്മാരായിട്ടുള്ള നരഹരിദാസ് ഠാക്കൂറും വൃന്ദാവൻദാസ് ഠാക്കൂറും പിന്നെ അതേപോലെ ഇവിടെ അഭിരാമദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞ വേറെ ആളുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ലീലകളില് സുധാമയായിട്ട് ഭഗവാന്റെ സുബാലയായിട്ട് ഭഗവാന്റെ ഒപ്പം ശ്രീകൃഷ്ണനും ബലരാമനും കൈവയ്ക്കുന്നത് സുബാലയാണെന്ന് അടുക്കലെന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനത്തെ ആ സുബാല ഇവിടെ അഭിരാമദാസ് ഠാക്കൂറായിട്ടാണ് ഈ ചൈതന്യ അവതാരത്തിൽ വന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചെഴുതി തിട്ടപ്പെടുത്തി മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് വരാമോന്ന തലമുറയുടെ ഹൃദയത്തിലേക്ക് അതിനെ ആവാഹിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് പറയാം. അവരെഴുതി ബംഗാളിലെ ബീർബൽ എന്നുള്ള ഒരു ഡിസ്ട്രിക്റ്റിലെ ധീരചന്ദ്രപൂർ എന്നുള്ളൊരു സ്ഥലത്ത് രാധാദേശ് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിന് ഏകചക്ര എന്നും പറയും. ആ സ്ഥലം എന്ത് സ്ഥലമായിരുന്നു എന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏകചക്ര കൈവന്തിക്കുക. 1 2 3 4. ഈ ഏകചക്ര എന്ന് പറഞ്ഞ സ്ഥലം മായാപുരത്ത് ഒരു 200-250 കിലോമീറ്റർ ദൂരത്താണ്. അപ്പൊ ഞങ്ങളൊക്കെ പരിക്രമം പോകുന്ന സമയത്ത് വലിയൊരു കോച്ച് അങ്ങോട്ട് പോകും. വലിയ വലിയ കോച്ചുകൾ ഈ നമ്മുടെ കല്ലട ബസ് പോലുള്ള ബസ്സുകൾ വിചാരിച്ചുള്ളൂ അങ്ങനെ ഓടുന്നത്. പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടെത്താത്ത പാടങ്ങളാണ്. കണ്ടെത്താത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടെത്താത്തതല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടെത്താത്ത പാടങ്ങളുടെ അവിടെ ഒരു മലയെങ്കിലും ഉണ്ടാവും. ഇവിടെ മലയില്ല. കാരണം ഇത് ഗംഗയുടെ സമതല ആയതുകൊണ്ട് അങ്ങനെ പ്ലെയിൻ ഒരു വര വരച്ച പോലെ ആയിരിക്കും അവിടുത്തെ. അതിലൊരു വീടിന്റെ ഇങ്ങനെ ഒരു മാർക്കും കൂടെ കാണില്ല എന്നുള്ളതാണ്. മരങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളാണ്. ഗ്രാമങ്ങൾ പോലും കാണില്ല. അരമണിക്കൂർ നമ്മളെ 3/4 മണിക്കൂർ സഞ്ചരിച്ചാൽ ഒരു ഗ്രാമം കാണില്ല. അപ്പൊ മനസ്സിൽ തോന്നുക എങ്ങനെയാ ഇവിടെ ആൾക്കാർ വന്ന് കൃഷി ചെയ്യുന്നത്? സാധാരണ നമ്മൾ ആന്ധ്രയിൽ കൂടെ പോകുമ്പോ ഒരു ഗ്രാമം, പിന്നെ കുറച്ച് കൃഷിസ്ഥലം, പിന്നെ ഒരു ഗ്രാമം, പിന്നെ ഒരു തോട്, പിന്നെ ഒരു മല. ഇത് അതൊന്നുമല്ല. അങ്ങനെ ജസ്റ്റ് ഒരു സമുദ്രം പോലെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പച്ച സമുദ്രം. ഒരു ഗ്രാമം പോലും കാണില്ല. എങ്ങനെയാ അവിടെ നിന്നുള്ള ഇത്രയും ദൂരം വന്ന് അരമണിക്കൂർ ഇത്രയും വലിയ സ്പീഡിൽ പോകുന്ന കോച്ചിൽ അരമണിക്കൂറാണ് പറയുന്നത്. ആ സ്പീഡിൽ അങ്ങനെയുള്ള ആയിട്ടുള്ളൊരു സ്ഥലം. അവിടെ പണ്ട് ഏകശക്രാവിന്റെ സ്ഥലത്ത് വലിയൊരു വില്ലേജ് ആയിരുന്നു. ആ വില്ലേജിൽ നിന്ന് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഭാഗ്യവാനാണ് നമ്മള്. മഹാഭാഗ്യമാണ് നമ്മൾക്ക്. കാരണം എന്താ വെച്ചാൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങളും ഹിന്ദുക്കളുടെ പ്രതിഷ്ഠകളും ഒക്കെ മുഗളന്മാർ വന്ന് തട്ടിമറിച്ചു കൊണ്ടേ കുറിച്ചിട്ട് ഒരു മഹാഭാഗ്യായത്. നിങ്ങൾ എല്ലാവർക്കും ഇതെന്താ ഇദ്ദേഹം പറയുന്നത്? ഇതൊക്കെ എവിടെയൊന്നും പറയാൻ പറ്റിയ കാര്യമാണോ? ഇന്നത്തെ കാലത്ത് BJP-കാരും RSS-കാരും കണ്ട ഇയാളെ കൊണ്ടേ എന്തെങ്കിലും ചെയ്യില്ലേ എന്നൊക്കെ പറയും. പക്ഷെ മഹാഭാഗ്യായത് അവരങ്ങനെ ചെയ്തത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അറിയണമെന്നുണ്ടോ? ഈ മൂലന്മാര് നമ്മളുടെ പറയാൻ വൃന്ദാവനം, കാശി, അയോധ്യ, മധുര വൃന്ദാവനത്തെക്കാളും കൂടുതൽ മധുര, ഈ സ്ഥലത്തുള്ള യോഗപീഠങ്ങളെ, അതായത് യോഗപീഠങ്ങളിൽ ഭഗവാന്റെ പ്രത്യക്ഷ ബദ്രീനാഥ് പോലെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ബദ്രീനാഥിലേക്ക് അവർക്ക് കയറിയില്ല, കാരണം അവർക്ക് തണുപ്പ് പിടിക്കില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ അവർ തട്ടിമറിച്ചു. ആ യോഗപീഠങ്ങളൊക്കെ അവര് ഇല്ലാതാക്കി മൺമറച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവരവിടെ പള്ളികൾ സ്ഥാപിച്ചു. മിടുക്കന്മാര് ഒരു കയ്യടിയാണ് അവർക്ക് കൊടുക്കേണ്ടത് ചെയ്തിരുന്നു. സന്തോഷിക്കുകയാണ് വേണ്ടത്. മഹാഭാഗ്യാണ് നമ്മുടെ. എന്താ കാരണം വെച്ചാൽ ഈ ഏകചക്രയിൽ അതുപോലെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ധാരാളം ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെ നന്നായിട്ട് വസിച്ചൊരു ഗ്രാമം. അവിടെയും വന്നിട്ട് കലട്ട് ഖാൻ എന്നുള്ളൊരു നവാബ്, അതായത് മുഗളരുടെ ഒരു ഗവർണർ, അദ്ദേഹം വന്ന് ഈ ഗ്രാമത്തിലെ ഇന്നോട്ട് നാളെ തൊട്ട് ഗ്രാമം വേണ്ട എന്നുള്ള നിലയിൽ ഈ ഗ്രാമത്തിലെ ആൾക്കാരെയും അവരുടെ പശുക്കളെയും മാടുകളും ഒക്കെ കലട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നു. അത് കലട്ട്പൂർ എന്ന് പേരിടാൻ പറഞ്ഞു. തന്റെ പേരിലൊരു ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇവരായിട്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ കണ്ട ഗ്രാമത്തിലെല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് പോയി. ചിലവർക്ക് പോകാൻ പറ്റാതെ വന്നു, അവരവിടെ താമസിച്ചു. അങ്ങനെയുള്ള താമസിച്ചത് ബാക്കി വിട്ടവർക്ക് വിഷമം. അവർക്ക് പ്രകൃതി മാത്രമേ അവർക്ക് രക്ഷയ്ക്കായിട്ടുള്ളൂ. പക്ഷെ ഇയാളുടെ ഉപദ്രവം ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു ഗ്രാമത്തില് മനസ്സിലായില്ലേ, ഈ കലട്ട്ഖാൻ വളരെ ക്രൂരനായിരുന്നു. വളരെ ക്രൂരനാണ്. കലട്ട്ഖാന്റെ ക്രൂരതയ്ക്ക് നമ്മൾ നമസ്കരിക്കുന്ന വേണ്ട അദ്ദേഹത്തിന്റെ. എന്തിനാ ഈ കലട്ട്ഖാന്റെ ക്രൂരതയ്ക്ക് നമ്മൾ നമസ്കരിക്കണേ? കാരണം നമുക്ക് മഹാഭാഗ്യം ഉണ്ടാക്കി തന്നത് കലട്ട്ഖാനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കംസനല്ലേ നമുക്ക് മഹാഭാഗ്യം ഉണ്ടാക്കി തന്നത്. ഈ കംസൻ ഉള്ളത് കൊണ്ടല്ലേ ഭഗവാൻ അവതരിച്ചത്. അങ്ങനെ ഒരു നിമിത്തമായി ഈ കലട്ട്ഖാൻ എന്നുള്ള. അപ്പൊ അങ്ങനെ ഈ പച്ച പിടിച്ച സ്ഥലം, പച്ചപരവതാനി പോലുള്ള സ്ഥലം, മനസ്സിലായില്ലേ? ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പൃഥു മഹാരാജാവിന്റെ പൃഥ്വി പോലെ കിടക്കുകയാണ് ഭൂമി. ആ ഭൂമിയിൽ അതാ ഒരു വെള്ളപ്പെട്ട് വിരിക്കുകയാണ് എന്ന് വിചാരിക്കൂ. എന്താ വെള്ളപ്പെട്ട് എന്ന് വെച്ചാൽ പണ്ട് രുദ്രഗീതത്തിലെ
മമ്മിയൂരപ്പൻ ഗുരുവായൂരപ്പനെ പറ്റി പ്രജേസ്കളോട് പറയുന്നുണ്ട്, തത്വം ബ്രഹ്മ പരം ജ്യോതിർ ആകാശമേ വിസ്തൃതം എന്ന് പറയുന്നത്. ആകാശം പോലെ വിസ്തൃതമായിട്ടുള്ള പരം ജ്യോതിയില്ലേ, അത് അവിടെ നിന്നാണ്. ഓ, എവിടെ ഈ ബ്രഹ്മജ്യോതിസ് എന്ന് വെച്ചാൽ എവിടെ നമുക്ക് കാണാൻ പറ്റില്ല. മരത്തിലിരുന്ന പക്ഷി ചോദിക്കാണ്, ചെറിയ പക്ഷി വലിയ പക്ഷിയുടെ അമ്മ എവിടെയാ മരം? മരോ എന്നാ പറയുന്നത്. മരത്തിനെ പറ്റി, കാരണം മരത്തിന്റെ മുമ്പിലായിരിക്കുന്നത്, മരം അതിനെ വിവക്ഷിക്കാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ഇവിടെ ബ്രഹ്മം എന്നുള്ളത് നമ്മുടെ അവസ്ഥ. നമ്മുടെ ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. അങ്ങനെയുള്ള പരബ്രഹ്മം, ജ്യോതിർ, തത്വം, അത് അവിടെ നിന്നാണ് എന്ത് പരം ജ്യോതിർ, പരം തത്വം, ബ്രഹ്മപരം ജ്യോതി, പരം ബ്രഹ്മ ജ്യോതി അവിടെ നിന്നാണ്. ആകാശം ആകാശം പോലെ വിസ്തൃതമായിട്ടുള്ള പരം ജ്യോതി അല്ലയോ വിഷ്ണു അവിടുന്ന് തന്നെയാണ് എന്ന് രുദ്രൻ പറയാണ്. പ്രജേതസ്സുകളോട് പറയുന്ന സ്തുതിയിൽ പറയാണ്. അത് ആ രുദ്രനാണ് മമ്മിയൂരപ്പൻ. ആ രുദ്രതീർത്ഥമാണ് ഗുരുവായൂർ കുളം. ആ ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ആ കീർത്തിയിലും ആ പ്രശസ്തിയിലും പ്രസക്തിയിലുമാണ് ഇന്നും ഗുരുവായൂർ സ്മരിക്കപ്പെടുന്നത്, അവിടെ ആദരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ബോധ്യമാവട്ടെ കൃഷ്ണ. അപ്പോ അങ്ങനെയുള്ളതായിട്ടുള്ള പരം ബ്രഹ്മം എന്ന് പറയുന്നു, ബ്രഹ്മജ്യോതി എന്ന് പറയുന്നു. ബ്രഹ്മം ശ്രീകൃഷ്ണനാണെങ്കിൽ ജ്യോതി ആരാണെന്ന് ചോദിക്കും. ആ ആളാണ് നമ്മളിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 പ്രാവശ്യം ഞാൻ ഇതാരാണെന്ന് ചോദിച്ചില്ലേ? ഈ ആരാണെന്ന് ചോദിച്ചത് ഈ ജ്യോതിയാണ്. ഭഗവാൻ സൃഷ്ടിയായി നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? ശബ്ദബ്രഹ്മം എന്ന് പറയുന്നു. ബ്രഹ്മത്തിനൊന്നുമില്ല, പക്ഷെ അതിന് ശബ്ദം വേണം. എന്നാലേ ബ്രഹ്മം എന്നുള്ള വാക്ക് നമുക്ക് ഉച്ചരിക്കാൻ തന്നെ പറ്റും, എന്നാലേ അത് കേൾക്കാൻ തന്നെ പറ്റും. അപ്പോഴേ നമുക്ക് ബ്രഹ്മം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശബ്ദം വേണ്ടേ? ബ്രഹ്മം എന്ന് പറയുമ്പോൾ ശബ്ദം വേണ്ടേ? ആ ശബ്ദം അത് ബലരാമനാണ്. ബ്രഹ്മം ശ്രീകൃഷ്ണനാകുമ്പോൾ ജ്യോതി ബലരാമനാണ്. അങ്ങനെ ഏത് സത്യം ശ്രീകൃഷ്ണനാകുമ്പോ ത്യാഗം ബലരാമനാണ്, അല്ലേ? തപസ് ശ്രീകൃഷ്ണനാകുമ്പോ ബലം ബലരാമനാണ്. ആലോചിച്ച് നോക്കൂ, ഇത് രണ്ടും വേണോ വേണ്ടയോ? അതുപോലെയാണ് അവര്. വിഷ്ണു തത്വങ്ങളുടെയൊക്കെ മുകളില് ഗോലോകത്തില് പരിപൂർണ തമ അവതാരമായിട്ട്, പരിപൂർണ തമനായിട്ട്, അവതാരിയായിട്ട്, അതായത് ഈ ബ്രഹ്മാണ്ടത്തിന്റെ മുകളില് കൂടെ പാലാഴിയിൽ നിന്നും മുകളിൽ പോണം. വിരാജ നദി എന്ന് പറയുന്നത് ഈ പരാവയോഗം എന്ന് പറയും. അത് ഈ ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ നമ്മുടെ ഒരു ബ്രഹ്മാണ്ടം മാത്രമല്ല, പല അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ മുകളിൽ അഖിലാണ്ടത്തിന്റെ ഉള്ളിലാണ് തൊള്ളാം. അതും കഴിഞ്ഞിട്ട് വേണം പരാവയോഗത്തിലേക്ക് പോകാൻ. പണ്ട് ആ കഥ പറഞ്ഞപ്പോ ഈ കഥ പറയാൻ പറ്റില്ല. അപ്പൊ അവര് ഈ മഹാവിഷ്ണുവിന്റെ അടുത്ത് പാൽക്കടലിൽ പോയി ക്ഷീരോദശായ വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് ബ്രഹ്മാവാദി ദേവതന്മാരെ ഇങ്ങനെ കംസന്റെ ഉപദ്രവത്തിന് വേണ്ടി പറഞ്ഞപ്പോ വരൂന്ന് പറഞ്ഞു കൊണ്ടുപോയത് ഈ തൊള്ളയിൽ കൂടെ കണ്ടത്രേ. ആ ബ്രഹ്മാണ്ടം കഴിഞ്ഞുകൊണ്ട്, അഖിലാണ്ടവും കഴിഞ്ഞുകൊണ്ട്, പരാമയവും കഴിഞ്ഞുകൊണ്ട് വിരാജനദിയുടെ തീരത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഗോലോകത്തിലെ ഹേമപത്മാസനായിട്ടുള്ള രാധാകൃഷ്ണന്മാരുടെ ഗോലോക വിഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കണ്ടത് വലിയ വലിയ ശ്രീരാമന്മാരും എത്രയോ നരസിംഹന്മാരും എത്രയോ അവതാരങ്ങളാണ് പറയുന്നത്, ദേവന്മാരല്ല. അവര് ശ്രീരാമന്മാര്, നരസിംഹന്മാര്, പരശുരാമന്മാര്, ബ്രാഹ്മണന്മാരൊക്കെ വന്ന് ഇങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുക അത്രേ. അതിലെ ഈ ഗോലോകകൃഷ്ണന്റെ ദേഹത്തിലേക്ക് ഇതാണ് ഈ കാണുന്നത്. അപ്പൊ അവിടെ നിന്നൊരു സ്ത്രീ, ശരത്ചന്ദ്ര ആരാണ് അവിടെ സ്ത്രീ, നിങ്ങൾ ആരാ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങളെ ബ്രഹ്മാണ്ടം. ഏത് ബ്രഹ്മാണ്ടം? അപ്പൊ മഹാവിഷ്ണു മനസ്സിലായി. പണ്ട് പൃശ്ചികർമ്മൻ ആയിട്ട് ഭഗവാൻ അവതരിച്ചില്ലേ ആ ബ്രഹ്മാണ്ടം. പണ്ട് വാമനായിട്ട് ഉരുക്രമനായിട്ട് അവതരിച്ച സമയത്ത് ഒരു ബ്രഹ്മാണ്ടത്തിൽ, ഒരു അഖിലാണ്ടത്തിൽ ഒരു തുള വന്നില്ലേ? ആ കേടുവന്ന ബ്രഹ്മാണ്ടം. അങ്ങനെ ആ ബ്രഹ്മാണ്ടത്തെ കുറിച്ച് അവർക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണൻ ഗോലോകത്താണ് വിരാജിക്കുന്ന. എല്ലാ ലോകങ്ങളുടെയും, എല്ലാ ഗോളങ്ങളുടെയും, എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ അവിടെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് അതേ ശ്രീകൃഷ്ണന്റെ ബലതത്വമായിട്ടുള്ള, ആത്മതത്വത്തിന്റെ ബലമായിട്ടുള്ള, സ്വരൂപനായിട്ടുള്ള സംഘർഷണം ചെയ്യുന്നത് ഈ ലോകങ്ങളുടെ എല്ലാം അടിയിലാണ്. ശേഷനായിട്ട് ഈ ലോകങ്ങളെല്ലാം 14 ലോകങ്ങളെയും താൻ ശിരസിൽ വഹിച്ചുകൊണ്ട്, തന്റെ പണത്തിൽ വഹിച്ചുകൊണ്ട്, മണിരത്നങ്ങൾ പോലെ ഈ ബ്രഹ്മാണ്ടങ്ങളെ ഓരോന്നിനെയും അണ്ടങ്ങളെയും ധരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുകയാണ് ബലരാമൻ. എത്രയോ യോജനകള് ദൂരെ
നമുക്ക് എണ്ണിയാൽ കൂടെ സാധിക്കില്ല. ഇതാണ് നാസയുടെ ഒരു ഇത് കണ്ടു, 1,00,00,000 കിലോമീറ്റർ എന്നാ പറയുന്നത്. 1,00,00,000 കിലോമീറ്ററിൽ പോയ ഒരു ഇത് കാണിക്കണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് എന്നിട്ടുണ്ട് സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള ആയിട്ടുള്ള ബ്രഹ്മാണ്ടത്തിന്റെ ഒരറ്റത്ത് ഒരാളും മറ്റേ അറ്റത്ത് ചൂണ്ടിലൊരാൾ. ഇത് രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ബന്ധം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ ഈ സത്യവും ത്യാഗവും പോലെ, അല്ലെങ്കിൽ ഈ തപസ്സും ബലവും പോലെ ആണ് അവര് നമ്മളുടെ ബന്ധം. നമ്മൾ എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാരെ എന്ന് വെച്ചാൽ ഈ ഏകചക്രയിലായിട്ടുള്ള കുടിലുകളിലെ ബ്രാഹ്മണന്മാരുടെ കുടിലുകളിലതാ ഒരു മുകുന്ദോപാധ്യായയുടെ മകനായിക്കൊണ്ട് അല്ല സുന്ദരമല്ലർ എന്നുള്ളൊരു ബ്രാഹ്മണന്റെ മകനായിക്കൊണ്ട് ദിമന്തോപാധ്യായ എന്നുള്ളൊരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് ഹരായി പണ്ഡിറ്റ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരായിരുന്നു പത്മാവതി എന്നുള്ള. അവര് രണ്ടുപേർക്കും 2 കുട്ടികളുണ്ടായി. അതിൽ മൂത്ത കുട്ടിയുടെ പേരായിരുന്നു നിത്യാനന്ദൻ. ആ നിത്യാനന്ദൻ ആ കംസ രാജ്യം പോലെയുള്ള ക്രൂരമായിട്ടുള്ള ഈ ഖലഡ് ഖാന്റെ സമയത്ത് ആൾക്കാർക്ക് സന്തോഷിക്കാനും സമാധാനമായിട്ടും ഒന്നും കൊടുത്തില്ല എന്നുള്ളത്. പ്രതിദിനം പ്രതി നിമിഷം അവർക്ക് വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലെ എന്തെടുത്താലും വിഷമം, കുട്ടികളുടെ കാര്യം ചിന്തിച്ചാലും വിഷമം, ഭാവിയെ പറ്റി ചിന്തിച്ചാലും വിഷമം, പേപ്പർ എടുത്താലും വിഷമം, ലോകത്തിന് അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും വിഷമമല്ല. സമാധാനം എവിടെയാണ് ഉണ്ടായിരുന്നത്? സമാധാനം അക്ഷരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പേപ്പർ വായിക്കാൻ പോകണം, കുറച്ച് സമാധാനങ്ങളുണ്ട്. പക്ഷെ അത് വായിച്ചപ്പോയി അവിടെയും സമാധാനമില്ല. അപ്പൊ എടുത്തൊരു നോവലിൽ അക്ഷരങ്ങളിലാണ് സമാധാനം. അപ്പൊ നോവൽ എടുത്ത് വായിച്ചു, നോവലിൽ കുറെ വായിച്ചു, കുറെ സമാധാനം കിട്ടി. ഒരു ചാപ്റ്റർ വായിച്ചപ്പോൾ നല്ല സമാധാനം, മറ്റൊരു ചാപ്റ്റർ വായിച്ചപ്പോൾ അതിന്റെ ട്രാജഡി, വിഷമമായി. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എടുത്തു എന്താ ശ്രീമദ് ഭാഗവതം എഴുതിയൊരു അതെടുത്തു വരും. അപ്പൊ സമാധാനം വീണ്ടും തന്നെ വായിച്ചു. അപ്പൊ അങ്ങനെ ഈ അക്ഷരങ്ങളിലാണ് സമാധാനം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭാത പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ട് മൈ ബുക്സ്, ഡിസ്ട്രിബ്യൂട്ട് മൈ ബുക്സ്, ഡിസ്ട്രിബ്യൂട്ട് മൈ ബുക്സ് സിംപ്ലി. കാരണം നിങ്ങൾക്ക് ഈ വരും തലമുറയ്ക്ക് സമാധാനം വേണമെങ്കിൽ അവരെവിടെയും കിട്ടില്ല, ഈ അക്ഷരങ്ങളിലേ കിട്ടുള്ളൂ. അത് എല്ലാ അക്ഷരങ്ങളിലും കിട്ടില്ല. ഭൗതികമായിട്ടുള്ള ഗ്രാമ്യ കഥകൾ എഴുതിയിട്ടില്ലായിട്ട് നോവലുകളിൽ കിട്ടില്ല. അത് ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അതിനെ വളച്ചൊടിച്ച് വേറെ നോവൽ രൂപത്തിലൊക്കെ ആക്കി പലരും പല ആവശ്യങ്ങൾക്ക് എഴുതിയിട്ടാലും കിട്ടില്ല. ആസ് ഇറ്റ് ഈസ് പോലുള്ള ഭഗവത് കൃത്യങ്ങള്, ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങള് അത് അതേ പ്രകാരം ചിത്രീകരിച്ചിട്ടായിട്ടുള്ള നാമാനി അനന്തസ്യ സംഗീതാന്യ ശൃണന്തി ഗൃണന്തി എന്നതാണ്. ഭഗവാന്റെ യശസ് എവിടെയൊക്കെ അതേ രൂപത്തിൽ അതിനൊരു കുറച്ചിൽ വരുത്താതെ, കുറച്ചും ഡൈക്യൂട്ട് ആവാതെ അത് അതേപോലെ തന്നെ ബഹുമാനിച്ചും ആരാധിച്ചും സങ്കല്പിച്ചും സമർത്ഥിച്ചും കൊണ്ട് ചെയ്തിട്ടില്ല. പുസ്തകങ്ങൾ എവിടെയുണ്ടോ, അക്ഷരങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് മനുഷ്യ ആത്മാക്കളെ സമാധാനം കണ്ടെത്തുന്നത്. വേറെ വെട്ടിയും കണ്ടെത്താൻ പറ്റില്ല, ക്ലബിൽ പറ്റില്ല, പൂരപ്പറമ്പിൽ പറ്റില്ല, ആനയുടെ പിന്നാലെ പോയാൽ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിനവിടെ പോയാൽ കിട്ടില്ല. ഹിമാലയത്തിൽ പോകുന്ന ചിലവര് ഒരു ട്രാഫിക് ജാമിലേക്ക് 1 കോടി എത്രയോ ലക്ഷം ആൾക്കാർ അത്ര അവിടുത്തെ ബ്ലോക്കിൽ. ഇവിടെ ആയിരക്കണക്കിലാണ്. 14 ട്രാഫിക് ജാം വന്ന ലക്ഷക്കണക്കിൽ വെഹിക്കിൾസ് ആണ്. അപ്പൊ എങ്ങനെയിരിക്കും? 1 ലക്ഷം വെഹിക്കിളിന്റെ ഇടയിൽ നമ്മൾ ജാമായി പോയാൽ ബ്ലോക്ക്. ഭഗവാന്റെ അവതാരമായിക്കൊണ്ട് ഏകചക്രയില് നിത്യാനന്ദൻ അവതരിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അതാണ് ഈ മഹാഭാഗവതന്മാർ എഴുതി നമ്മളെ ഹൃദയത്തിലേക്ക് അവര് പ്രവേശിപ്പിക്കാനായിക്കൊണ്ട് ചെയ്യുന്നത്. ഭുവിഗൃണന്തിതേ ഭൂരിദാ ജനാ. ഭൂമിഗൃണന്തി എന്ന ഭൂമിയിലേക്ക് വിതരണം ചെയ്യുന്നു. ഭൂരിദാ ജന വളരെ വളരെ ശാന്തവും സുശീലന്മാരായിട്ടുള്ള നാരായണ പരായണന്മാരായിട്ടുള്ള സുശീലോ സാധവോ എത്ര നാരായണ പരായണ എന്നാണ് പറഞ്ഞത്. സദ്രീജിരേഹോ അയം ലോകേ. അങ്ങനെയുള്ള ലോകം അവര് വെട്ടിത്തെളിച്ചായിട്ടുള്ള വഴി കൂടെ പോകുന്നതായിട്ടുള്ള അവിടെ ട്രാഫിക് ജാമില്ല, ബ്ലോക്കില്ല. അങ്ങനെ ഈ മഹാഭാഗവതന്മാർ എഴുതിയതാ ഈ കുട്ടി. എല്ലാവരും പോയി അവസാനം അവശേഷിച്ചതായിട്ടുള്ള ഈ ചെറ്റക്കുടിലുകളിലുള്ള ബ്രാഹ്മണന്മാരുടെ ചെറിയ ചെറിയ വീടുകളിൽ നിന്ന് അവിടെ പോയാൽ നമുക്കറിയാം, ഇപ്പോഴും അവിടെ അതുപോലെയാണ്. റോഡ് കൂടെ പോകുമ്പോ കാണാം ഒരു വീട്, കുടിലല്ല കുറച്ചുകൂടി മേൽപ്പെട്ട ഒരു വീട്, പക്ഷെ ഓല കൊണ്ടായിരിക്കും മെഞ്ഞിണ്ടായാലും അവിടെയൊക്കെ ചനയാണ് കിട്ടുക. ചന അങ്ങനെ വെടി പോലുണ്ട്. അതുകൊണ്ട് അവര് നമ്മളെ മുളം പെയ്യുന്ന പോലെ മുളയുന്നു. ഒരു കൈന്റെ ഒക്കെ വണ്ണം ഉണ്ടാവും ചനയ്ക്ക്. അത് നല്ല സാധനം. അത് വെള്ളം തട്ടിയാൽ അതുപോലെ ഇരിക്കും.
എട്ടാർപ്പാളിൻ പോലെ ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ വീട് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ പൂമുഖം അല്ലെങ്കിൽ നമ്മുടെ ഈ പൂജാമുറി അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം അവസാനിക്കുന്ന അവരുടേത് കാണാമില്ല. അവിടെ ഒരു പശുക്കുട്ടിയെ കെട്ടിയിട്ടുണ്ടാവും. തൊഴുത്തും അതിന്റെ അടുത്തിന്റെ തൊഴുത്തും വീടും കൂടിയുള്ള ഒരു സംയോജനം പോലെയാണ് എല്ലാ വീടുകളും നടത്തുന്നത്. പശുക്കുട്ടി ചിലപ്പോ ബെഡ്റൂമും കൂടെ ഓടുണ്ടാവും. ബെഡ്റൂമല്ല, അവർ കിടക്കുന്ന റൂമയുടെ ചാർപ്പായി മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ബെഡ്റൂമായിട്ടൊന്നുമില്ല. അങ്ങനെ മനുഷ്യനും മൃഗങ്ങളും കൂടി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഏകചക്ര. ഇന്നും അവര് ഈ നിത്യാനന്ദനെ കുറിച്ച് കേൾക്കാൻ ഉത്സുകരാണ്. അങ്ങനെയുള്ളതായിട്ടുള്ളൊരു സ്ഥലം. ഈ പത്മാധികന്മാരായ പണ്ഡിതനും വളരെ വളരെ സന്തോഷവാന്മാരായിട്ട് ജീവിച്ചവര്. ജാതകം നോക്കിയപ്പോൾ ജാതകം പറഞ്ഞു നാരായണ കലയാണ് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയാൻ കിട്ടില്ല. ഇതാണ് അവരെയൊക്കെ ഇവിടുന്ന് ഓട്ടി അടുപ്പിച്ച ഭഗവാൻ സ്വയമായിട്ട് അവതരിക്കണല്ലോ. അതുകൊണ്ട് ദുഷ്ടന്മാരെയൊക്കെ ഭയങ്കര ഭാവികളൊക്കെ ചിലവർക്ക് ഞാൻ ഭാവിയല്ല പറയും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ദുഷ്ടന്മാരോടാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കലക്കാൻ എടുത്തേക്ക് പോയി. എന്തെന്ന് സഹിക്കാൻ തയ്യാറായി ഭൂമി ദേവിയോടുകൂടി എല്ലാവിധ നിഷ്ഠകളും എല്ലാവിധ തപസ്സുകളും, ചൂടായ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അവിടെയുള്ള ജലം കൊണ്ടും അവിടെയുള്ള എല്ലാം കൊണ്ടും തൃപ്തിപ്പെട്ട് ജീവിക്കാൻ. അല്ലെ വീണ്ടും ഇവിടെ പറ്റില്ല ദുബായി കൊടുക്കുന്ന ആൾക്കാരല്ല. അവിടെയുള്ളവർക്ക് അവരുടെ ഇടയിലാണ് ഭഗവാൻ അവതരിച്ചത്. യേശു ക്രിസ്തു അതുപോലെ പുൽക്കുട്ടിലാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടല്ലേ. ഇപ്പൊ ഭഗവാന്മാരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ അല്ലേ എവിടെയാ ജയിലിൽ. അപ്പൊ ഇവിടെ പ്രളയങ്ങൾ ഉണ്ടാവില്ല, ഇവിടെ വരൾച്ച ഉണ്ടാവില്ല, ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ആ ജ്യോത്സ്യൻ പറഞ്ഞു. ശരിയാണ്. കാരണം അവിടെ ആരും പോയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോ ഈ വില്ലേജിൽ ഞാൻ വിചാരിക്കുന്നത്, ഈ വില്ലേജ് പീസ്കോൺ വന്നിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് തൊഴിൽ ദാന പദ്ധതി അതൊക്കെ ചെയ്ത് വലിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കിയ ഇവരുടെ ജീവിതം നശിക്കില്ല എന്ന് വിചാരിച്ചു. കാരണം ഇവര് വളരെ സൗമ്യമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നവരാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുന്നത്. ഭൂമി അത്രത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള ഹൃദയത്തോടു കൂടി പരന്നു കിടക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്മാർക്ക് അറിയാം എവിടെയാണ് സജ്ജനങ്ങള് സന്തോഷവന്മാരായിട്ടും സംതൃപ്തരായിട്ടും ഇരിക്കുക. അപ്പൊ അതിനനുസരിച്ച് പ്രകൃതിയാണ് ഇവിടെയൊക്കെ. ഏകചക്രയാലും ശരി, മായപ്പൂരാലും ശരി, വൃന്ദാവനായാലും ശരി, ഇത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ നിത്യാനന്ദന്റെ ദേഹപ്രകൃതി ചെറുപ്പം മുതൽക്കേ വളരെ അത്യാവശ്യമായിരുന്നു. എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും തന്റെ കുട്ടികളോടല്ല ഇഷ്ടം. ബലരാമൻ സ്വാമിയുടെ അവതാരമായിട്ടുള്ള നിത്യാനന്ദനോടായിരുന്നു ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ അവസ്ഥ ആ കുട്ടി ചെയ്യുന്ന എല്ലാം അതുപോലെയായിരുന്നു. കുറച്ച് ബാലനായപ്പോ വെണ്ണ കക്കുക, മറ്റുള്ള വീട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് കക്കണ. അവരൊക്കെ ഇതുപോലെ ചീത്ത പറയും. ഇതിപ്പോ കൃഷ്ണകഥയാണോ എന്നൊക്കെ ചോദിക്കാനും നേരില്ല ആർക്കും. കാരണം ഈ കുട്ടി അതിന് മുമ്പ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ പ്രകൃതിയൊക്കെ. ഇതിനെ ഡിസ്കസ് ചെയ്യാനും അവർക്ക് പറ്റുന്നില്ല. ആകെപ്പാടെ എല്ലാം കൊണ്ട് സന്തോഷം മാത്രം അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ ജീവിക്കുന്നുണ്ട്. ഇത് എന്താണെന്നൊന്ന് കമ്പയർ ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. അപ്പോഴേക്കും കുട്ടി അതാ ഒരു ഡ്രാമയൊക്കെ അഭിനയിച്ചു. ഇവരെ കുറെ കൂടി ഹയർ ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇവരെ ചീത്ത പറയാൻ പറ്റാത്ത വിധത്തിലാക്കി. കാരണം ഇവൻ ചില പിള്ളേരുണ്ട് ഭയങ്കര വേദികളായിരിക്കും, വളരെ വലിയ ഡിവോട്ടീസ് ആയിട്ടൊക്കെ നിൽക്കും. പക്ഷെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയെ കണ്ട കുറച്ച് അങ്ങോട്ട് പോകും. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയെ കണ്ട നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രഭുവിനെ എന്നെ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അവർ മെടുക്കന്മാരായിട്ട് നന്നായിട്ട് നല്ല സംഗീതം ചെയ്യും, അല്ലെങ്കിൽ മൃദംഗം വായിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളെ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഭഗവാനിലേക്ക് അവരെ ആകർഷിക്കുക എല്ലാവരെയും. അവർ സജ്ജനങ്ങളാണ്. അപ്പൊ അതേപോലെ ഈ കുട്ടി ആർക്കും ചെയ്തു പറയാൻ പറ്റിയില്ല. എല്ലാവരും അവനെ രസിക്കുകയായിരുന്നു. എന്ത് കഥ ഇപ്പൊ ശ്രീകൃഷ്ണലീലകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നത് ഇവരിങ്ങനെ കണ്ടു. ഈശ്വര, ഇതൊക്കെ ഇവരാരും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലായല്ലോ. കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരം കുട്ടികളെ കൊണ്ട് പോണ്ടേ. അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നു. ഈ ബലരാമൻ അല്ല ഈ നിത്യാനന്ദൻ ഗോപിഭാവത്തില് കരയാൻ തുടങ്ങി. ഗോപശ്രീയുടെ വേഷം കെട്ടിയിട്ട് നിത്യാനന്ദൻ. എല്ലാവർക്കും തോന്നി ഞങ്ങളുടെ ജീവിതം ഇപ്പൊ മാറി പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പഴയ പോലെ ആവാൻ യാതൊരു നിവൃത്തിയില്ലെന്ന്. ഈ കുട്ടിയുടെ ആക്ഷൻ ഒന്ന് കണ്ടല്ലോ. ഇവർക്ക് വീട്ടിലുള്ള അവര് അവരുടെ സന്തുബന്ധങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനാ തോന്നുന്നത്. എന്താണ് രസത്തിലൊരു പിടിച്ചുവലി ഇങ്ങനെ സഖീതെടുത്ത പോലെ അവര് രസത്തിനെ എടുത്തിരിക്കുന്നത്. എന്ത് രസം എടുത്തിരിക്കുന്നത്? കാമരസം. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു കാമുണ്ടല്ലോ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനുള്ള കാമം. ആ കാമത്തിനെ ശ്രമിച്ചത് കൊണ്ട് വലിച്ചെടുത്ത് ഈ ബലരാമൻ തന്റെ ബാലക്രീഡ കൊണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ വേറെ ഒന്നും അതിലെ ഉത്തമമായിട്ടൊരു വാക്കില്ല.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും രസമുണ്ട് സിനിമ കാണാനോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുട്ടികളായിട്ട് പോകാനോ അതൊക്കെ ഈ ബലരാമന്താ കുടിച്ച് ഉറഞ്ഞെടുത്തിരിക്കുന്നു. തന്നിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞു. സംഘർഷണമൂർത്തി. കർഷണം എന്ന് പറഞ്ഞാൽ ആകർഷണം, സം എന്ന് പറയുന്നതിനൊക്കെ ഒന്നാക്കിയിട്ട് സംഘർഷണം കൊണ്ടിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. സംഘർഷണമാണ് നമ്മുടെ നാട്ടിൽ പറയാതൊക്കെ വേർതിരിക്കുക എന്നുള്ളത്. അത് സംഘർഷണം. ആകർഷണം സംഘർഷണമാണ്. കാണ് എന്റെ തന്നിലേക്ക് അങ്ങനെ ആകർഷിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞ് രേവതി ദേവിയുടെ ഗർഭത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ വിട്ടാലേ കാര്യം നടക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നല്ലവരെ ചീത്തവരെ അസുരന്മാരെ സുരന്മാരെ ഒന്നുമില്ല. എല്ലാവരും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടത്. കലിയുടെ അവതാരമാണ് ദുര്യോധനൻ. ദുര്യോധനൻ ഒരേ ഒരു ഗുരുവുള്ളൂ. ഹസ്തനപുരത്തിനെ ചെരിച്ചു നിർത്തിയിട്ടാണ് അദ്ദേഹം എന്നെ ഗത പഠിപ്പിച്ചത്. കൊണ്ടാണ് സാഷ്ടാംഗ നമസ്കരിയുടെ ബലരാമ എടുക്കുന്നത്. ഭാഗവത്തിൽ എഴുതിയുള്ള വാക്കാണ് ചെരിച്ചു നിർത്തിയിട്ട് ഗത വിദ്യ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. ഹസ്തനപുരത്തിനെ ചെരിച്ചു നിർത്തിയിട്ടാണ് അദ്ദേഹം എന്നെ ഗത പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുവിന്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നതാണ് തന്റെ മറ്റേ മഹർഷിയുടെ എന്താ മഹർഷിയോട് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബലരാമ സ്വാമിയെ എല്ലാവരും ഒരുമിക്കാനായിക്കൊണ്ടാണ് ഭഗവാനും ദേവിയോട് പറഞ്ഞത് ഈ മൂർത്തിയെ, ഈ ദേവിയുടെ ഗർഭത്തിന് 7ാമത്തെ ഗർഭത്തെ അവിടെ കൊണ്ടുവയ്ക്കുന്നത്. കാരണം അവിടെ എല്ലാവർക്കും ഒരു ഒത്തൊരുമ വേണ്ടേ. അതിനു വേണ്ടിയിട്ട് എവിടെ ഈ ദേവിയുണ്ട് അവിടെ ഒത്തൊരുമയായി. എന്താ കാരണം? അദ്ദേഹം ആ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഈ കൃഷ്ണാവതാരത്തിൽ മുഴുക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല ഇതെന്റെ ഏട്ടനില്ലേ ഗുരുവാണ്, എല്ലാവരും ഒരുമിപ്പിക്കുന്ന ഗുരുവാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമസ്കരിക്കുന്ന ഭാഗവതരുടെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അതെന്താ പറയാച്ചാൽ അത് അവിടെ പറഞ്ഞിട്ടില്ല. അതന്നെ പക്ഷെ ചൈതന്യ അവതാരത്തിൽ ഓരോരുത്തരോടും പറഞ്ഞ ഈ നിത്യാനന്ദനെ നിങ്ങൾ ആരാധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇവിടെ നടക്കില്ല. ഈ പരിപാടി ക്ലോസ് ആവും. ഞങ്ങൾ വന്ന കാര്യം നടക്കില്ല. അവിടെ എന്തിനാ ഇവര് വന്നിരിക്കണേ എന്നൊരു ചോദ്യമുണ്ട്. അത് പിന്നെ പറയാം. അങ്ങനെ ആ കുട്ടി ലക്ഷ്മണനായിട്ട് ഒരു രാമായണത്തിന്റെ യുദ്ധകാണ്ഡ ആരെങ്കിലും അഭിനയിക്കുമോ? ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ കുട്ടി ഇല്ല യുദ്ധകാണ്ഡ അഭിനയിക്കുന്നത്. എന്താ ഈ കുട്ടി അങ്ങനെ പറയാൻ വെച്ചാൽ കുട്ടിക്ക് അതിനുള്ള കെൽപ്പുണ്ട്. കുട്ടി ആരാണ്? ശേഷനാണ്, ആദിശേഷനാണ്. മനസ്സിലല്ലേ? വിഷ്ണുവിന്റെ കലയില് വന്നിട്ടുള്ള അവതാരങ്ങളൊക്കെ തന്നെ ലക്ഷ്മണനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. മനസ്സിലല്ലേ? ആ വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ ശയ്യായിട്ട്, ആഭരണമായിട്ട്, ബലമായിട്ട്, രക്ഷകനായിട്ട്, കൊടയായിട്ട്, ഭൂഷണായിട്ട് ഒക്കെ ശോഭിക്കുന്ന ബലരാമ സ്വാമിയാണ്. അപ്പൊ ലക്ഷ്മണനായിട്ട് ഞാൻ അഭിനയിച്ച് കാണിക്കുന്നതാണ്. അപ്പൊ ലക്ഷ്മണനാണ് ശരി. ഇന്ദ്രജിത്തിന്റെ ആസ്ത്രങ്ങളിൽ ലക്ഷ്മണൻ അതാ മരിച്ചു കിടക്കണം. അപ്പോഴേക്കും വന്നത് മൃതസഞ്ജീവനിക്ക് പോകണം. അപ്പൊ ഹനുമാനായിട്ടൊരു കുട്ടി പോയി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം പിള്ളേരെ. ഹനുമാനായിട്ടുള്ള കുട്ടി പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഹനുമാനായിട്ട് കുട്ടി ലക്ഷ്മണൻ അതാ കിടക്കുന്നു. അതാ കിടക്കുന്നത് നിത്യാനന്ദനാണ് കിടക്കുന്നത്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾക്കാർ ആയിരിക്കും. നിത്യാനന്ദ നന്നായിട്ട് അഭിനയിക്കട്ടെ, കണ്ടോ സത്വവയനെ കിടക്കുന്ന ആള് എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. അവസാനം ഹനുമാനായ കുട്ടി മൃതസഞ്ജീവനി കൊണ്ടുപോയി. അപ്പൊ രംഗം മാറി. രംഗാപ്പുറത്ത് രംഗം കളിക്കണേ. ഹനുമാനെ ഒരു അവസരം യുദ്ധത്തിന് വിളിക്കുന്നത്. അങ്ങനെ അവിടെ ടൈം ഡിലേ ആവുന്നു. അപ്പോഴും നിത്യാനന്ദൻ അവിടെ കിടക്കണം. അത് കഴിഞ്ഞ് ഈ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ഹനുമാനായ കുട്ടി കുറച്ച് അവന് വെള്ളം കുടിക്കാൻ വെച്ചാൽ വെള്ളം കുടിക്കാൻ പോയി. കാരണം ഈ പിള്ളേരൊക്കെ അങ്ങനല്ലേ, എന്ത് പഠിപ്പിച്ചു കൊടുത്താലും അവർക്ക് വെള്ളം കുടിക്കാൻ. പിന്നെ അവൻ വന്നില്ല. അവിടെ അവൻ ശരിക്കും അവന്റെ വീട്ടിൽ എന്തോ പ്രശ്നമായി. എന്തോ പോയി അവനോട് വരാൻ പറ്റിയില്ല. അപ്പൊ നിത്യാനന്ദ ആൾക്കാരുടെ ആ കുട്ടിയോട് ഹനുമാൻ വരണ്ടേ എന്തെങ്കിലും കിടക്കുന്നുണ്ടല്ലോ. അടുത്തുപോയതൊന്നും നിത്യാനന്ദന് ബോധമില്ല. നിത്യാനന്ദൻ ശരിക്കും മൃതപ്രായനായിരിക്കും. എല്ലാവരും അതായി കൊണ്ടിട്ട് പത്മാവതി തെളിവ് അയ്യോ എന്റെ കുട്ടി അവനെ കണ്ടുപിടിക്കാൻ. ഹനുമാനായ പോയ കുട്ടിയെ വേഗം കണ്ടുപിടിക്കുക. എന്റെ കുട്ടിക്ക് ശ്വാസമില്ലാന്ന് തോന്നുന്നു. അവര് നിലവിളിക്കാൻ തുടങ്ങി. അവസാനം ഹനുമാനായ കുട്ടി കയ്യില് മൃതസഞ്ജീവനി കൊണ്ടുവന്നു എന്നാണ് അച്ഛനമ്മയാണ് പിടിങ്ങി കൊടുക്കുന്നത്. ഡ്രാമയിൽ നിന്നു. കാരണം സംഗതി സീരിയസ് ആക്ച്വലായി. അപ്പൊ അച്ഛനമ്മയെ മൂക്കിൽ മണപ്പിച്ചു എന്നാ കാരണം. വെല്ല അടിച്ചു. ഭയങ്കര സമാധാനമില്ലായിരുന്നു. ഒരാൾ ചോദിച്ചു നിത്യാനന്ദ നീ എങ്ങനെയൊക്കെ അഭിനയിക്കുക വെച്ചു. നിത്യാനന്ദ അഭിനയോ? ഇത് അഭിനയാണോ? ഇത് നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. അവിടത്തേക്ക് അഭിനയമല്ല, ഇത് ഒറിജിനലാണ് നടക്കുന്നത്. അതാണ് അവതാരം. അങ്ങനെ നിത്യാനന്ദ ലീലയാടി 12ാമത്തെ വയസ്സിലൊരു സന്യാസി വന്നു. ഹരായി പണ്ഡിറ്റ് വളരെ സജ്ജന സേവ ചെയ്യുന്ന ആളാണ്. സാധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതിന്റെ വീട്ടിൽ എന്തോ അവർ കൊടുത്ത് സൽക്കരിക്കുന്നതായിട്ടുള്ള ഹരായി പണ്ഡിറ്റും പത്മാവതി എന്ത് ചെയ്യാനും റെഡിയായി തന്നു. അവസാനം സന്യാസി പോകുന്ന സമയത്ത് എനിക്കൊരു ഉപകാരം വേണം ഹരായി പണ്ഡിറ്റ് വന്നു. എന്ത് വേണമെങ്കിലും ഇതാ പ്രഭു തരാൻ റെഡിയാണ്. സാഷ്ടാംഗം പറഞ്ഞ് നമസ്കരിച്ച് സങ്കല്പിച്ചു. പക്ഷെ ഇദ്ദേഹം അത്ര ചെന്ന് പോയില്ല. ഇങ്ങനെ ലളിതകോമളനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള
പരം ജ്യോതികളിലെ ജ്യോതിയായിട്ടുള്ള, സത്യത്തിലെ ത്യാഗമായിട്ടുള്ള, തപസ്സിലെ ബലമായിട്ടുള്ള, അതിസുന്ദരനും സംഘർഷൻ മൂർത്തിയായിട്ടുള്ള ഈ നിത്യാനന്ദനെ എനിക്ക് വേണം ആണ് ആ സന്യാസി പറഞ്ഞത്. എന്തിനു പറഞ്ഞാൽ സന്യാസി അതിനെ കൊണ്ട് പോയി കടായിപ്പെട്ട് അതാ കിടക്കുന്നു, മോഹാത്സ്യപ്പെട്ട് തന്റെ സമാധിയായി. നിത്യാനന്ദൻ 12 കൊല്ലം പല പല തീർത്ഥങ്ങളിൽ കൂടെ നടന്നു. വക്രേശ്വരം, ഗയ, കാശി, പ്രയാഗ്, മധുര. മധുരയിലെ വിശ്രാം ഘട്ടില് ഒന്ന് യമനിലെ ശീതള ജലത്തിൽ അദ്ദേഹം വീണ്ടും വീണ്ടും കുളിച്ചു. അവിടുന്ന് വരാൻ വിട്ടുപോകാൻ തോന്നില്ല. എന്താ കാരണം? വിശ്രാം ഘട്ട് എന്താ പ്രത്യേകത? അതൊക്കെ പറയാൻ പറ്റുമോ? കംസനെ വധിച്ചിട്ട് കൃഷ്ണബലരാമരസ് അവിടെ കുറച്ച് വിശ്രമിച്ച സ്ഥലത്തിനാണ് വിശ്രാം ഘട്ടിന്റെ പേരില്. അവിടെ താപോയി കിടക്കാണ് ഈ ബലരാമ സ്വാമിയുടെ അവതാരമായിട്ട് നിത്യാനന്ദൻ. അവിടുന്ന് വരാൻ വിടുന്നോ കരയും പിടിക്കും ചെയ്യാണ് അദ്ദേഹം. എന്താ പറയുന്നത്? കരയുന്നത് കണാ കണാ എന്ന് പറഞ്ഞാൽ കരയണം. എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കൂ. കണ്ണാ കണ്ണാ നമ്മൾ വിളിക്കുന്ന കണ്ണനല്ല, ഒറിജിനൽ ബലരാമസ്വാമി കണ്ണനെ വിളിക്കണത്. എവിടെയാ നീ? ഞാൻ എത്തിക്കഴിഞ്ഞു കലിയുഗത്തില്, എന്നെ കാണലില്ലല്ലോ കണ്ണാന്നാണ്. അവിടെ നിന്ന് അങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ തന്നെ കൗപീനം കൊണ്ട് വലിച്ചെറിഞ്ഞതാണ്. അവധൂതനായിട്ട് നടക്കേണ്ട പിന്നെ അവിടെ നിന്ന് അങ്ങട് എന്താ പറയണത്. അങ്ങനെ അദ്ദേഹം വിശ്വവനം, വില്ലവനം, ഭദ്രവനം, ലോഹവനം, മഹാവനം, ബാഹുലവനം, കാമ്യവനം, താലവനം, മധുവനം, കതിരിവനം, കുമുദവനം, വൃന്ദാവനം 12 ഗാനങ്ങളിൽ കൂടെ നടന്നു. മധുരാമണ്ഡലത്തില് 12 ഗാനങ്ങളിൽ കൂടെ അദ്ദേഹം നടക്കണേ. എന്താ പറയണേ? കണ്ണാ കൃഷ്ണ കണ്ണാ എന്ന് പറഞ്ഞിട്ട് നടക്കണ അദ്ദേഹം. ഇത് ഭക്തി കൊണ്ടുള്ള വിളിയാണോ? നമ്മള് ഭക്തി കൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയണം. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. ഈ വിളി അങ്ങനത്തെ വിളിയല്ല. അങ്ങനെയുള്ള വിളിയാണ് അത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വൃന്ദാവനത്തിലെ അവരെല്ലാം മനുഷ്യന്മാർക്ക് മനസ്സിലായില്ല. അവിടെയുള്ള തത്തകൾ മനസ്സിലാക്കി. വൃന്ദാവനിൽ ഒരു തത്തയുണ്ട്. ആ തത്ത വലിയൊരു പ്രധാനപ്പെട്ട തത്തയാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും എന്റെ പേരെന്താണ്? ദക്ഷ എന്ന് പറയും. തുളസിമാരാന്റെ കയ്യിലിരിക്കുന്ന ആള്. എന്താ ആളുടെ ഡ്യൂട്ടി വെച്ചാൽ, രാധാകൃഷ്ണന്മാര് ഇന്ന് എന്താ പരിപാടി, രാധയുടെ സാരിയുടെ നിറം എന്താ നോട്ട് ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്ത് രാവിലെ 8 മണിക്ക് 7 മണിക്ക് എന്നൊക്കെ അറിഞ്ഞ ഒരു പറക്കലാണ്. കിക്കി 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 ശബ്ദം. കുറെ തത്വങ്ങൾ അവിടെ ഒന്നുകൂടി. എന്നിട്ട് അവരോട് ഇതൊക്കെയാണ് പറഞ്ഞത്. അവർ ഓരോ സ്ഥലത്തും ഭയങ്കര അറേഞ്ച്മെന്റ് ആണ്. IT ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇൻഫർമേഷൻ. ഇവര് കേൾക്കുക ഓരോരോ സ്ഥലത്തും പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞു. രാധന്റെ മഞ്ഞ സരിച്ച് അവിടെയും കൃഷ്ണൻ പീതാമ്പരം കൊടുത്തു. രാധയുടെ കണ്ണിൽ നിന്നാണ് അവിടെയും കൃഷ്ണ. അങ്ങനെ മാച്ചിങ്. അങ്ങനെയുള്ള ഈ രാസലീലയിൽ കൊഴുപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള IT ഡിപ്പാർട്ട്മെന്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ദക്ഷൻ മനസ്സിലാക്കിയതാ. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും. മൂപ്പർ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ആരാ? ദാവുജി. ദാവുജി പറഞ്ഞ കേട്ട ദാവുജി വിളിക്കേണ്ടതാ എന്ന് കണ്ടെത്തി. എന്നിട്ട് എല്ലാവരോടും പോയി പറഞ്ഞു കൊടുത്തു. ദാവുജി വന്നു. കരയണു. യമനെയും കേട്ടത്. യമന ഉടനടി എവിടുന്ന് അറിയില്ല അങ്ങോട്ട് വെള്ളപ്പൊക്കായി. അദ്ദേഹം അവിടെ കിടക്കുന്ന പാദത്തിലേക്ക് അവർ എത്തി തഴുകാൻ തുടങ്ങി. ബലരാമസ്വാമി പണ്ട് കലപ്പി കൊണ്ടതിനെ വലിച്ചല്ലേ, ഇതാ അപ്പൊ ഞാൻ തന്നെ അവിടെ വന്നു എന്ന് പറയേണ്ടത്. പാദങ്ങളിലേക്ക് എത്തി, പാദങ്ങളിൽ തഴുകിക്കൊണ്ടൊഴി യമുന എന്ന് പറയണത്. ഇതൊരു നടന്ന സംഭവമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കുറെ സ്ഥലങ്ങളിൽ പോയി. അവിടുന്ന് പിന്നെ ഹരിദ്വാറിൽ പോയി. പിന്നെ അവിടുന്ന് ശ്രീശൈലം വഴി ദ്രാവിഡ ദേശത്തിൽ വന്നു. ദ്രാവിഡ ദേശത്തിലെ ശ്രീരംഗം, അഗസ്ത്യാശ്രമം, കന്യാകുമാരി പോയി. പിന്നെ ആദികേശവപുരം, അനന്തപുരം വഴി കേരളത്തിലേക്ക് വന്നു. പമ്പ കടന്നു എന്നാ പറയണ. ബലരാമസ്വാമി പണ്ട് കുരുക്ഷേത്ര യുദ്ധകാലത്ത് നടന്ന അതേ വഴി റൂട്ടിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. കേരള ദേശത്തു കൂടെ ഗോകർണത്തിൽ പോയി. അവിടെ പഞ്ചവത്സര തടാകം എന്ന തടാകം, വളരെ സുന്ദരമായിട്ടുള്ള തടാകം. അതിന്റെ ചരിത്രം ധാരാളമുണ്ട്. ആ തടാകത്തിൽ ധാരാളം താമരകൾ ഉണ്ടായിരുന്നു. ആ താമരകളെ പിടിച്ച് അദ്ദേഹത്തിന് വീണ്ടും കൃഷ്ണന്റെ ഓർമ്മ വന്നു. എന്റെ കൃഷ്ണൻ എവിടെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. അങ്ങനെ വാസുദേവ സമാധിയിലായി. അതുകൊണ്ട് പൊങ്ങിക്കിടന്നു, അല്ലെങ്കിൽ ജീവൻ പടിയും. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിൽ അവിടുന്ന് അദ്ദേഹത്തിന്റെ വിഗ്രഹത്തിന് ഒരു അറുതി ഉണ്ടാക്കാനായിക്കൊണ്ട് പിന്നെ അടുത്തന്നെ അദ്ദേഹം കാണുന്നത് മാധവേന്ദ്രപുരിയാണ്. മാധവേന്ദ്രപുരിയെ കണ്ട സമയത്ത് രണ്ടുപേരും ആദ്യം കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത്.
രണ്ടുപേർക്കും വാസുദേവ സമാധി ഭാവസമാധി ഉണ്ടായി. രണ്ടുപേരും മോഹാത്സ്യപ്പെട്ടു കൊണ്ടു. രണ്ടുപേരും ഒരേ സമയത്ത് മോഹാത്സ്യം തെളിച്ചു. രണ്ടുപേരും ഒരേ സമയത്ത് കണ്ണു തുടച്ചു കൊടുത്തു. രണ്ടുപേരും ഒരേ സമയത്ത് ആലിംഗനം ചെയ്തു. രണ്ടുപേരും രണ്ടു വഴികളിൽ കൂടെ ശ്രീകൃഷ്ണൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. രണ്ടുപേരും അത് ഒരേ സമയത്ത് ഒരേപോലെ കാണുകയാണ് ഇപ്പൊ കൃഷ്ണനെ. പെട്ടെന്ന് പറഞ്ഞ് 12 കൊല്ലം നടന്നില്ല നിത്യാനന്ദ ജന്മം ഇതായി തീർത്ഥയാത്ര ഇന്ന് സഫലമായിരിക്കുന്നു അങ്ങയുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് കരയാനറിയാം നിത്യാനന്ദ. അദ്ദേഹം നേരെ കണ്ണിൽ കൂടെ വളർന്ന് കണ്ണടക്കിയാണ്. ഈ സീൻ കണ്ണോടെ വളർന്നത് ബ്രഹ്മാനന്ദപുരി, ഈശ്വരപുരി ഇവരെല്ലാം ആ യുഗപ്രഭാവന്മാരായിട്ടുള്ള സന്യാസിമാരാണ്. അവരത് കണ്ടു അവരും കരയാൻ തുടങ്ങി. ഇവരതാ ഇടിച്ചു നിൽക്കണു, ഇവരതാ കെട്ടിപ്പിടിക്കണം, ഇവരതാ നൃത്തം വെക്കണോ, ഇതൊക്കെ കാണാനേ ഇവർക്ക് സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ മണിക്കൂറോളം അവർ ചെയ്യുന്നത് ഈ യുഗപ്രഭാവന്മാരെ സന്യാസിമാര് കാണുകയാണ്. സന്യാസത്തിൽ ഇതൊക്കെ ഒരു പുതുമയാണല്ലോ. ഈ മാധവേന്ദ്രപുരി സന്യാസിയാണോ അതോ നൃത്തം വെക്കുന്ന ഗോപികയാണോ എന്ന രീതിയിൽ നിത്യാനന്ദന്റെ ആ സംസർഗം അദ്ദേഹത്തിന് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാവസമാധിയിൽ അദ്ദേഹം കാണാണ്, ഇതാ സംഘർഷണമൂർത്തി കലികാലത്തിലെ ഭൂമിയിലേക്ക് രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു, ഇനി ഇവിടുത്തെ യുഗധർമ്മമായ സങ്കീർത്തനം അതാ മുളച്ചിരിക്കണോ എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്താണ് ഈ നിത്യാനന്ദൻ ചെയ്യാൻ പോകുന്നത്? മാധവേന്ദ്രപുരി സന്യാസിമാരിൽ ഭക്തിയുടെ മരമുണ്ടെങ്കിൽ ആ മരത്തിന്റെ കാതലാണ്. ആ മരത്തിന്റെ പേരാണ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു. ആ കാതലാണ് മാധവേന്ദ്രപുരി. ആ മാധവേന്ദ്രപുരിക്ക് മനസ്സിലാവുള്ളൂ ഇത് സംഘർഷമൂർത്തിയുടെ അവതാരമാണ്. അത് അദ്ദേഹം ബ്രഹ്മാനന്ദപുരിയുടെ ഈശ്വരപുരിയുടെ ഒക്കെ സൂചിപ്പിച്ചു. അവർക്ക് മനസ്സിലായിരുന്നതാണ്. അങ്ങനെ മാധവേന്ദ്രപുരി പറഞ്ഞു, ഇതാ സംഘർഷമൂർത്തി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞിരിക്കണു എന്ന്. പിന്നെ അവിടെ ഞങ്ങളുടെ വീണ്ടും മധുരയിലേക്ക് ഓടുകയാണ്. അവിടെ പോയി കൗപീനം കൂടി സന്യസിച്ചുകൊണ്ട് വംശീയടത്തിൽ മാത്രം പോയി താനും കിടക്കാണ്. പരിപൂർണ നഗ്ന സന്യാസി അവധൂതനായിട്ട് കുറെ പൂ പറിച്ചുകൊണ്ടുവരും. ആ പൂവിനൊക്കെ ആദ്യം ആരാധിക്കും. പിന്നെ താൻ മലന്ന് കിടക്കും. ഇതിനെ പൂവിനൊക്കെ എടുത്ത് തന്റെ മേലിലും മാറത്തും കാലിലൊക്കെ വെക്കും. പിന്നെ ഇതിനൊക്കെ തട്ടിമറിച്ച് പെട്ടെന്ന് എണീക്കും. എന്നിട്ട് നട്ടുവസിച്ചിരിക്കും. കൃഷ്ണ കൃഷ്ണ ഒരൊറ്റ വിളി മാത്രം. തന്റെ അനുജനെ കാണാൻ ഉണ്ണിക്കണ്ണൻ അവിടെ പോയി. അവനെനിക്ക് കാണണം ആ ഭാവത്തില്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഒരു കാലി കഞ്ഞി വെച്ചുകൊണ്ട് പോണം. ഒരു സന്ധ്യക്ക്, കാർത്തിക സന്ധ്യക്ക്, നല്ല തണുപ്പും നല്ലൊരു ശീതളമായിട്ടുള്ളൊരു സന്ധ്യ, നല്ല ചുവന്ന സൂര്യരശ്മികളുള്ള സന്ധ്യ. അത് ആ പൗർണമി ചന്ദ്രൻ റെഡിയായി നിൽക്കുന്നു, ശരചന്ദ്രൻ ഉദിക്കാനായിക്കൊണ്ട്. അങ്ങനത്തെ ഒരു സന്ധ്യക്ക് ഇതാ ഒരു പയ്യൻ കാലി വെച്ചുകൊണ്ടുമ്പോ ആ പടിപടലുകൾ ഇങ്ങനെ ആ സന്ധ്യയിലെ ആ കാറ്റില് ആ സുഗന്ധത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിത്യാനന്ദ പ്രഭുവിന് വളരെ സന്തോഷം തോന്നി. ഒറിജിനൽ വൃന്ദാവനത്തിന്റെ പ്രതി പയ്യനോട് ചോദിച്ചു, ഗോപാല എന്നൊരു വിളി കേട്ടു, എനിക്ക് നീ കണ്ണനെ കാണിച്ചു തരുമോ? അപ്പോ എന്റെ കൂടെ വരട്ടെ. അവൻ ഒരു ചിരി. അവൻ പോവുകയും ചെയ്തു. ഞാൻ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. അവനങ്ങ് പോയി. അവൻ പോയപ്പോ തിരിഞ്ഞു നിന്നു. അവൻ ചോദിച്ചു, ഇങ്ങനെ ഉടുക്കാതെ എന്റെ കൂടെ വന്ന് കണ്ണനെ കാണാൻ പറ്റുമോ? ഞാൻ ഉടുക്കാതെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അവൻ പിന്നെയും പോയി. ആരെങ്കിലും ചോദിക്കണ്ടേ? ആ ചോദിച്ചവന് ഇങ്ങനെ ഒരു സന്ദർഭം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള പറഞ്ഞ രീതിയിൽ അവൻ പോയി. അപ്പോഴേക്കും താൻ സമാധിയിലുമായി. അവൻ അവിടെ പോയിട്ട് വീണ്ടുരുണ്ട് ചിരിക്കുകയാണ്. ഇങ്ങനെ കയ്യിലൊക്കെ കെട്ടിട്ട് കണ്ണനെ കാണാൻ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നു. ഇയാളൊക്കെ എന്താ തലയ്ക്ക് ഓളം അടിച്ചോ? ദാരു സേവിച്ചിട്ട് തലയ്ക്ക് ഓളം അടിച്ചോ? ഇയാളൊക്കെ അറിയില്ലേ കണ്ണൻ നവദ്വീപില് സന്യാസാവതാരത്തിന് പോയിരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞു അവൻ എന്നാണ് പറയുന്നത്. അവനങ്ങ് പൂജ ചെയ്തു. ഇത് ഭാവസമാധിയിൽ ഉണ്ടായതാണോ അതോ അവിടെയുള്ളതാണെന്ന് ഇപ്പോഴും ക്ലിയർ അല്ല. പക്ഷെ സംഭവം ഇതുപോലെയൊക്കെയാണ് നടന്നത്. അപ്പൊ തന്നെ നിത്യാനന്ദൻ അവിടെ തെളിച്ചു. ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല എന്ന രീതിയിൽ നവദ്വീപിലേക്ക് പോയി കിട്ടുന്നത്. നവദ്വീപിൽ പോയി വീട്ടിൽ ഒളിച്ചിരുന്നു. അപ്പോഴും ഉടുതുണി ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല. അവിടെ പോയി ഒളിച്ചിരുന്നപ്പോഴേക്കും അവിടെ 13 വർഷങ്ങളല്ല, 13 പ്ലസ് അനന്തര 12 കൂടെ ഒരു കുട്ടിയുടെ ഒപ്പം ഒരു 20 വയസ്സായി. ആർക്ക്? ഭഗവാന് ഈ
സന്യാസാവതാരം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശ്യാമസുന്ദരനായിട്ടുള്ള ശ്രീകൃഷ്ണന്, ചൈതന്യദേവന്, ഗൗരാംഗന്, അദ്ദേഹം പറഞ്ഞു ഓരോ ദിവസം ഓരോന്ന് പറയും. ഈ ഗൗരാംഗൻ എനിക്ക് അവരെ കാണണം എന്ന് പറയും. അപ്പൊ ഇവർക്കൊക്കെ ഒരേ ഒരു ഡിവോഷണൽ സർവീസ് ഉള്ളൂ, ഇതുപോലെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഈ ഗൗരാംഗൻ ആരെ വിളിച്ചു പറയണം, അവരെ പോയി കണ്ടുപിടിക്കുക, എന്നിട്ട് അവരെ കൊണ്ടു കൊടുക്കുക. ഇതൊരൊറ്റ കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പണം കളക്ട് ചെയ്യാൻ പോകുന്നില്ല എല്ലാവരും സെന്ററിൽ. അതുപോലെ ഈ ഗൗരാംഗൻ ആരെ വിളിച്ചു പറയും, ഒരു ദിവസം നാടക പറഞ്ഞ് വിളിച്ചു പറയും. വെളിച്ചപ്പാടുമാരും എന്തെങ്കിലും പറയുന്നത് ആർക്കും അറിയില്ല. പിന്നെ ആരെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ് സംഗതി എന്ന് പറയുക. അങ്ങനെ ഓരോരോ കോഡ് വീടിലും മറ്റും മറിച്ച് ഓരോരുത്തരും ഇവര് സൂചിക്കുന്നവരൊക്കെ. കാരണം ഈ പറയുന്ന ആള് ഇവരെകളിലൊക്കെ മഹായോഗ്യനായിട്ടുള്ള ഭാഗവതനായിരിക്കും. ഇതാണ് റെക്കോർഡ്. അതുകൊണ്ട് അവർക്ക് അതിനുള്ള മെനക്കെടാനുള്ള ശക്തിയുണ്ട്. മെനക്കെടാനുള്ള അവർക്ക് അതിനുള്ള ചിലര് ഞങ്ങളിങ്ങനെ ദിവസം പോയാൽ ഞങ്ങൾക്ക് കൂലി മുട്ടില്ല എന്നൊക്കെ പറയും ഇല്ലേ, എന്നത് അപ്പൊ 500 രൂപയിൽ നിന്നും കൊടുക്കണം എന്നല്ല. പക്ഷെ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോ അവരുടെ കൂടെ ഇത്രയും ഐശ്വര്യങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വൈശ്യന്മാരൊക്കെ അത്യാവശ്യം അവിടെ കൊണ്ട് തള്ളിയെറിഞ്ഞ സാധനങ്ങളെ. ഇതപ്പോ ഇവർക്ക് ഈ ഒരു ജോലി എടുത്താൽ അപ്പൊ അങ്ങനെ ഓരോരോ ഡിവോട്ടീസിനെ ഇങ്ങനെ ഭഗവാന്റെ ഒരു കൃഷ്ണാവതാര ലീലകളിലുള്ള ആൾക്കാരെയാണ് ഈ ലൊക്കേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തരക്കടയില്ലല്ലോ, ബലരാമനായിരിക്കുന്നതായി ചിലര് വല്ല അദ്വൈതാചാര്യമുള്ളായിരിക്കും. അപ്പൊ ശരി പോയി നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ ശ്രീവാസ ഹരിദാസ പോയി കണ്ടുപിടിക്കണം ഏട്ടനായി. അപ്പൊ ഇവര് പോയി അവിടെ തപ്പി സകലവട ദിക്കിലും കണ്ടത്തിലും കുളത്തിലും വാല്യചോട്ടിലും തോട്ടിന്റെ ഉള്ളിലും ഒക്കെ തപ്പി. സ്കൂളുകളിലെ വിദ്യാലയങ്ങളിലെ എല്ലാവിടെയും വീട്ടിന്റെ ഉള്ളിലൊക്കെ ചോദിച്ചു, അവിടെ ഇല്ല. തിരിച്ചു എന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ എല്ലാവരുടെയും തപ്പി, എല്ലാ സ്ഥലത്തും തപ്പി, ഗംഗയിലും കൂടെ മുങ്ങി തപ്പി. പക്ഷെ ഇങ്ങനെ ആള് വന്നില്ല. ഈ നവദ്വീപിൽ കടന്നില്ല. ഇനി വേറെ വല്ല വേറെ ഒന്നല്ലേ ഇവിടെ തന്നെയാണ്, ഈ നവദ്വീപിലുണ്ട്. ഇവരെല്ലാവരും വളരെ ക്ഷീണിതരായി. ഇത് ഈ ഡിവോഴ്സ് സർവീസ് വയ്യ. മഹാപ്രഭു മനസ്സിലായി, ശരി ഇവരെ എന്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് മഹാപ്രഭു എന്നെ കൊടുക്കും. അവിടെ പോയി ഇപ്പൊ നേരെ പോയി, വേറെ എവിടെയും പോകുന്നില്ല, നേരെയാണ് പോകുന്നത്. നേരെ പോയി അവിടെ നന്ദനാചാര്യരുടെ വീട്. ഇവിടെ അരിതണ്ടേക്കിന്റെ രണ്ടു വലിയ നീണ്ട കാല് കാണുന്നു. പുതിയാണ് ഈ കാല് നിങ്ങൾ കണ്ടില്ലേ എന്ന രീതിയിൽ മഹാപ്രഭുവിനെ കൊണ്ടുപോയി. അവിടെ കൂടെ നേരാണ് പോയി കാലിലൂടെ നമസ്കരിച്ചു. എല്ലാവരും നമസ്കരിച്ചു. അപ്പൊ ആ നമസ്കരിച്ച ആളെ കാല് പതിയെ കാണുന്നു, പക്ഷെ ആരും തുണി കൊടുത്തില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ സെൻസറിങ് പോലെയാണ് കണ്ടത്. നേരെ അവിടെ വന്നപ്പോ അങ്ങനെ ഒരു മഹാസന്യാസി നിൽക്കുന്നു. ഇവര് വിചാരിച്ചു ഗൗരാംഗന് മാത്രമേ ഇത്രയധികം സൗന്ദര്യ പ്രഭാവമുണ്ട്. ഗൗരാംഗന്റെ തത്തുല്യമായ പ്രഭാവത്തിൽ അതാ ഗൗരാംഗങ്ങളിൽ വലിയ ദേഹവും ബലിഷ്ഠമായിട്ടുള്ള ഗാഹുണ്ട്. രാജാനാബാഹു അദ്ദേഹത്തിന് ഒരു 10 വയസ്സ് കൂടുതൽ തോന്നിക്കുന്നതായിട്ടുള്ള ഒരാള്. പക്ഷെ അങ്ങനെ ഒരാളുണ്ടോ, അങ്ങനെ ഒരാളും കൂടി ഉണ്ടോ മനുഷ്യനായിട്ട് ഈ ലോകത്ത് എന്ന് തോന്നിക്കുന്ന വിധത്തിലായിട്ടുള്ളൊരു അതികായൻ, അതിസുന്ദരൻ. സുന്ദരൻ എന്ന് പറഞ്ഞാൽ പോലെ ചൈതന്യപ്രിയം നോക്കുന്ന സമയത്ത് കുറച്ച് സൗമ്യമൊന്നുമില്ല. കണ്ണൊക്കെ ഉരുണ്ട കണ്ണ്, മനസ്സിലായില്ലേ, ബലിഷ്ഠമായിട്ടുള്ള നെറ്റിത്തട. ഒരു വല്ലാത്തൊരു സൗന്ദര്യം തന്നെ. അങ്ങനത്തെ ഒരാളാണ് കാണുന്നത്. തടിയൊക്കെ നോക്കി, എല്ലാവരും ഇങ്ങനെ നോക്കി. ഒന്നുമില്ലാത്ത സന്യാസിയാണ്. അങ്ങനെ നോക്കിയ സമയത്ത് എല്ലാവരും നോക്കി. അവസാനം ഗൗരാംഗന്റെ മുഖത്ത് നോക്കി, അവിടുന്ന് മുഖം എടുക്കുന്നില്ല. അങ്ങനെ ആ സൗന്ദര്യത്തിൽ ലയിക്കുകയാണ്. ശ്യാമ, നമുക്ക് എങ്ങനെ ഒരു രൂപം, ഇത് അതിനേക്കാളും ഗംഭീരമായിട്ടല്ലോ എന്ന രീതിയിൽ, നീ എങ്ങനെ ഗൗരനായി എന്ന രീതിയിൽ, നിനക്ക് എങ്ങനെ ഗൗരനാവാൻ പറ്റും? നീ ശ്യാമനല്ലേ, നീ എന്റെ കണ്ണനല്ലേ എന്ന ഭാവത്തിലായി പോയി ഈ നിത്യാനന്ദൻ. അങ്ങനെ ആയിപ്പോയത് മാത്രല്ല, ഇത്ര വലിയൊരു ഇമ്പോർട്ടന്റ് VIP മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരാൾ സ്വിച്ച് ഓഫ് ആയ പോലെ ആയിപ്പോയാൽ എങ്ങനെയിരിക്കും? ഇവരൊക്കെ കുറെ നേരം നിന്ന് അരമണിക്കൂർ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഈ ഗൗരാംഗന്റെ സൗന്ദര്യത്തിനെ, ഭഗവാന്റെ മുഖ കാന്തി ഇങ്ങനെ കുടിക്കുകയാണ് ചെയ്യുന്നത് ഈ സന്യാസി. ഒന്നിലും ശ്രദ്ധയില്ലാത്ത നിഷ്പ്രഹനായിട്ടുള്ള സന്യാസി അതാ ആ മുഖരസത്തില്, ആ സൗന്ദര്യ രസം ഇങ്ങനെ വാരി കുടിക്കുന്നു. ഗൗരാംഗനും അറിയാം, ആയിക്കോട്ടെ കേട്ടല്ലേ. നല്ല ശ്രീനിവാസാചാര്യരുടെ ഒരു ശ്ലോകം ചൊല്ലിക്കൊള്ളുക. ഭാഗവത അദ്ദേഹം അവരൊക്കെ പഞ്ചതത്വത്തിൽപ്പെട്ട ആൾക്കാർ, അവർക്ക് അറിയാം ഒരു ശ്ലോകം എപ്പോഴാണ് ചെല്ലേണ്ടവരുടെ. കിടക്കട്ടെ, സഖ്യരസത്തിലൊരു ശ്ലോകം അവിടെ, ബാല്യകാല സഖികളുടെ രസത്തിലൊരു ശ്ലോകം അവിടെ. അപ്പൊ ചെല്ല അതിനുള്ള എഫക്ട് അപ്പൊ കാണാം. എന്നുള്ള രീതിയിൽ ബാർഹാപീഠം നടവര ബഭു കർണയോ കർണികാരം ദിപ്രത്വാസം കനകകപിശം
വൈജയന്തിഞ്ചമാല വേണോരന്ധ്രാനധരസുതയോ ആപൂരയൻ ഗോപവൃന്ദേ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിയുള്ള ഒരു സുഖദേവനെ ഭക്തനാക്കിയിട്ടുള്ള ആ കാവ്യസുന്ദരമായിട്ടുള്ള രസഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ് ശ്രീസാചാര്യൻ അവിടെ തിരിച്ചത്. ഇത് കേട്ട ഉടനെ ആ നിർമ്മിതവേഷനിമനായി നോക്കുന്ന സന്യാസി താഴെ ഒരൊറ്റ മത്സരപ്പെട്ട് വീഴല്. ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിന് അങ്ങനെ സ്വിച്ച് ഓഫ് ആയി. ദേഹം തോട്ടിൽ വിടും. പക്ഷെ ആളെവിടേക്ക് പോയി? വൃന്ദാവനത്തേക്ക് പോയി എന്ന് പറയാം. സമാധിയായി. ഈ വൈഷ്ണവ സമാധിയിലെ അവരൊക്കെ വൃന്ദാവനത്തിൽ പോയിട്ടുള്ളതാണ്. അതൊക്കെ വൈഷ്ണവ സമാധിയുടെ പ്രത്യേകത. അവർ ആ ലീലകൾ ആ ഭാഗത്തിൽ മഞ്ചേരി ഭാവം എന്നൊക്കെ പറയും. ഇത് ബലരാമസ്വാമിയായി അവർ കിടക്കും. രണ്ടുപേരും നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി. എന്താ പറയണേ? നീ ഇപ്പൊ നമ്മള് പറയില്ല, എന്നാ ഞാൻ ഡ്രൈവറെ കൊണ്ടുവരുന്നുണ്ട്, ഡ്രൈവറോട് ഇന്നലെ എവിടെയായിരുന്നു നീ? ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. ആ ഉറങ്ങിയില്ലേ? അതുപോലെ പ്രശ്നങ്ങൾ വല്ലതും ചോദിക്കും. അപ്പോ ചോദിക്കുന്നതായിരിക്കും കഴിഞ്ഞ യുദ്ധത്തിൽ എവിടെയായിരുന്നു, എത്ര കാലം നീ എന്ത് ചെയ്തു എന്നൊക്കെയാണ്. അങ്ങനെ ആംഗ്യ ഭാഷയില് ആർക്കൊന്നും മനസ്സിലാവാത്ത ഭാഷയിൽ അവർ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായി? ഏട്ടാന്റെമാര് പാടാൻ പറഞ്ഞു, സങ്കീർത്തനം ചെയ്യാൻ പറഞ്ഞു. സങ്കീർത്തനം ചെയ്യിപ്പിച്ചു. കാരണം ഇത് സങ്കീർത്തനത്തിന് വേണ്ടിയിട്ടല്ലേ ഏട്ടൻ വന്നിരിക്കണെന്നുള്ള ടെസ്റ്റ് ചെയ്യാനായിക്കൊണ്ട് സങ്കീർത്തനം ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് ചാടാൻ തുടങ്ങി സന്യാസി. ഇവര് കണ്ട നൃത്തമൊന്നും അല്ല അവനവിടെ നൃത്തം. ഇതേവരെ ഗൗരാംഗന്റെ നൃത്തം കണ്ടുവരെ അതിൽ മോഹിതരായി. ഇതുപോലെ ഇനി ആർക്കും ഈ ഭൂമിയിൽ നൃത്തം ചെയ്യാൻ പറ്റില്ല, ഈ 14 ലോകങ്ങൾ ഇതുപോലെ നൃത്തം ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുള്ള ആസ്വാദകന്മാരൊക്കെ പരിഭ്രമിക്കുന്ന രീതിയിലുള്ള ഒരു താണ്ഡവം നൃത്തം പോലുള്ള ആയിട്ടുള്ള സങ്കീർത്തന നൃത്തത നടക്കുന്നു. അവസാനം താൻ തന്നെ അവശനായിക്കൊണ്ട് ബുദ്ധിയിൽ നിന്ന് ഭൂമിയിൽ വീണുകൊണ്ട് ക്ഷതനായിക്കൊണ്ട് ദേഹക്ഷതം കൂടെ വന്നതുപോലെ ഇരുന്നുകൊണ്ട്. അപ്പൊ എല്ലാവരും സന്തോഷമല്ല, അവർക്ക് വിഷമായി. എന്താണ് ഇവിടെ നടക്കുന്നത്? എല്ലാം പരിഭ്രാന്തരായി. മനസ്സിലല്ലേ? എല്ലാവരും ഓടാൻ തുടങ്ങി. അയ്യോ 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 അയ്യോ, ഇങ്ങനത്തെ ഒരു അവസ്ഥയോ ദിവരാങ്കുറം നിർത്താൻ പാടില്ല എന്നായി. പാടൂ. മനസ്സിലായി? അതുപോലെ പാടിച്ചെത്തിയിട്ട് നൃത്തം ജയിപ്പിച്ചു. അവസാനം മതിയോ, കാണട്ടെ ഏട്ടന്റെ നൃത്തം. എന്റെ നൃത്തമല്ലേ നിങ്ങൾ കണ്ട് അഹങ്കരിക്കണേ? എന്റെ ഏട്ടൻ ഇതിനേക്കാളും വലിയ നൃത്തകാരനാണ്. അതാണ് നിങ്ങൾ കാണേണ്ടത്. അത് കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിലയിരുത്തണ്ട എന്ന രീതിയിലാണത് വീണ്ടും പാടി കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ എത്ര ത്യാഗം ഉണ്ടായാലും ആലോചിച്ചു, എത്ര പ്രേമുണ്ടായാലും ആലോചിച്ചു. അങ്ങനെ നിത്യാനന്ദൻ അവിടെ മണ്ണിൽ കിടക്കണം. അപ്പൊ എടുത്ത് തലമടിയിലെടുത്ത് ചോദിച്ചു, ഞാൻ വിശ്വംഭരൻ. പരിചയപ്പെട്ടില്ല. മണിക്കൂർ 2 കഴിഞ്ഞു പരിചയപ്പെട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വിശ്വംഭരൻ എന്ന് പറഞ്ഞു. അപ്പൊ ചുണ്ടാനിക്ക് പറയാതെ പകരം നിത്യാനന്ദൻ പറയുന്നത്. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അവിടെ കൂടിയുള്ളൊരു ആഹ്ലാദത്തിന് കണക്കില്ല എന്ന് പറയുന്നത്. അതുപോലെ ഒരു ആഹ്ലാദം ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഒരു സങ്കീർത്തനം നടന്നു. ഈ ഏട്ടനും ഈ അനുജനും കൂടിയിട്ട് ഒരു താമരപ്പൊന്ന് നടുക്കുള്ള പരാഗങ്ങളെ പോലെ രണ്ടുപേരും മലർന്ന് ചാഞ്ചാടി എന്നാ പറയുന്നത്. അതിന്റെ ചുറ്റും സഞ്ജയൻ, മുകുന്ദ, വാസുഘോഷ് ഇവരൊക്കെ ഗാനങ്ങൾ ആലാപിച്ചുകൊണ്ടും സങ്കീർത്തനം ചെയ്തു. രാഗതാളങ്ങൾക്ക് രൂപമേകുന്നതായിട്ടുള്ള നൃത്തശൈലികൾക്ക് ജീവിതം പകരുന്നതായിട്ടുള്ള പ്രാണൻ കൊടുക്കുന്നതായിട്ടുള്ള രാഗതാളങ്ങള് എവിടെ കലർന്ന് രണ്ടും കൂടി ഈ സങ്കീർത്തനമായിട്ടുള്ള സഹസ്ര പത്മത്തിന് നടുക്കിൽ സങ്കീർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ ആരാധ്യന്മാരായിട്ടുള്ള കൃഷ്ണബലരാമന്മാരല്ലേ എന്ന് ഭാവകൽപ്പ സമാധിയിലെ ബ്രഹ്മാനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഗൗരാംഗ ഭക്തന്മാര്, നവദ്വീപിലത്തെ ഭക്തന്മാര് അങ്ങനെ അത് നടന്നു എന്നാ പറയുന്നത്. ആകാശവും ഭൂമിയും എല്ലാ ഗോളങ്ങളും ഒരുമിക്കുക ചെയ്യുന്ന സംഘർഷണമൂർത്തി, ഇവരൊക്കെ ഒരുമിച്ച് നിർത്തുള്ള ഗുരുത്വ ആകർഷണം തന്നെയാണ് ഈ സംഘർഷണമൂർത്തി. അത് ഭൂമിയിൽ നടന്നു എന്നാ പറയുന്നത്. ഭൂമിയിൽ അനുഭവപ്പെട്ടു. ഓരോരോ മനുഷ്യ ഹൃദയങ്ങളും ജീവാത്മാക്കളിലും ആ സംഘർഷണത്തിന്റെ ഗുരുത്വ ആകർഷണം അനുഭവപ്പെടുത്തി. ആ ആകർഷണത്തിന്റെ ഫലമായി അവർക്ക് അന്യോന്യം സ്പർദ്ധയില്ലാതായി. പ്രേമത്തിലാൽ അവരെല്ലാം ഒറ്റപ്പെട്ടു ഏകന്മാരായി. ആ പ്രേമത വഴിഞ്ഞൊഴിഞ്ഞ് ഈ ലോകത്തിലെ എല്ലാ നക്ഷത്ര സമൂഹങ്ങളെയും മുക്കി എന്നാ പറയുന്നത്. അങ്ങനത്തെ ഒരു സങ്കീർത്തനം വെറുതെ തപ്പെട്ടവനല്ല. അത് നമുക്ക് വാക്കുകളെ കൊണ്ട് മാത്രമേ രചിക്കാൻ പറ്റുള്ളൂ.
ചിലപ്പോൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ നമ്മള് മോഹനപ്പെട്ടു കൊണ്ട് നടന്നുണ്ടാവും. കാരണം ഇപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ കാര്യം 90 മിനിറ്റ് കളിക്കാൻ പറ്റാ അറിയാം, ആദ്യം 2 കളി. അതുപോലെ നമ്മുടെ സങ്കീർത്തനത്തിന്റെ രുചി 10 മിനിറ്റ് കളിച്ചാൽ നമുക്ക് പോയി വലിയ ടൂർണമെന്റിൽ വീടാനല്ലേ പറ്റുമോ? പിന്നെ ആരെയും എടുത്തുകൊണ്ടോട് സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് വയ്ക്കണം. അതുപോലെ ആയിരിക്കും നമ്മുടെ ഈ സങ്കീർത്തനം ഞാനുണ്ടായിരുന്നുള്ള വിചാരണയിലെ നമ്മുടെ അവസ്ഥ അതായിരിക്കും. അത്ര വലിയ സങ്കീർത്തനം, വിചാരിച്ചാൽ കൂടെ സാധിക്കുന്ന മഹത്തായ സങ്കീർത്തനം, രാക്ഷസന്മാർക്ക് കൂടി പറ്റാത്ത സങ്കീർത്തനം, അത് ദേവന്മാർക്ക് മാത്രമേ പറ്റൂ. അത്രയും ശക്തിയോടുകൂടി, അത്രയും പെർഫെക്ഷനോടുകൂടിയും ഗന്ധർവന്മാരൊക്കെ മാറി നിന്ന രീതിയിലായിട്ടുള്ള രാഗങ്ങള്, താളങ്ങള്, നൃത്തങ്ങള്, ആംഗ്യങ്ങള്, മുദ്രകള്, അതേപോലെ കറക്റ്റ് സാങ്കേതികമായിട്ടുള്ള നൃത്തം, അതാണ് അവർ ചെയ്യുന്നത്. നിത്തായ് ഗൗരാംഗോ നിത്തായ് ഗൗരാംഗോ നിത്തായ് ഗൗരാംഗോ നിത്തായ് ഗൗരാംഗോ നിത്തായ് ഗൗരാംഗോ ഗൗരാംഗോ നിത്തായ് ഗൗരാംഗോ നിത്തായ് ഗൗരാംഗോ ഗൗരഹരി. ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നാൽ ത്രേതായുഗത്തിലെ ശേഷനായിട്ടുള്ള ഈ ബലരാമൻ അനുജനായിരുന്നു ലക്ഷ്മണനായിട്ട്. ദ്വാപരയുഗത്തിലെ കലിയിലെ ജ്യേഷ്ഠനായിട്ടുള്ള ഈ ബലരാമൻ, ഈ ശേഷൻ ആദിശേഷൻ ജ്യേഷ്ഠനായി ലക്ഷ്മണന് അന്ന് ദാസ്യഭാവത്തിലായിരുന്നു. കാരണം ശ്രീരാമൻ മഹാരാജാവാണ്, രാജാവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അമ്മയടക്കം കൗസല്യടക്കം പ്രജയായിരുന്നു, ദാസ്യഭാവമായിരുന്നു. വാത്സല്യം കൂടി കൗസല്യക്ക് എവിടെയും പറയില്ല രാമായണത്തിൽ. സീത മാതിരിപാതില് ഒരേ ഒരു ദിവസം മാതിരം പറയുന്നുള്ളൂ. 14 കൊല്ലം ജീവപര്യന്തം പോലെ സന്യാസം തന്നെയായിരുന്നു. അവരുടെ കുട്ടികളൊന്നും ഉണ്ടായില്ല. ഹണിമൂണാകുന്ന ആൾക്കാർ പറയും, പക്ഷെ ഒന്നും ഉണ്ടായില്ല, കുട്ടികൾ സന്യാസമായിരുന്നു. അവിടെ മാതിരി രസം. ഒരു ദിവസം വീട്ടിൽ വന്നു, വൈകുന്നേരം പോയി ഭഗവാൻ നോക്കിതാ സീതയെ കണ്ടില്ലേ, അയോധ്യ അങ്ങനെയൊക്കെയാണ് അയോധ്യ, നന്നായി. അത് തിരിച്ചു വന്ന് ചോദിച്ചു, ഇഷ്ടമായോ അയോധ്യ? എനിക്ക് ആ പുസ്തകാശ്രമം തന്നെയാണ് ഇഷ്ടമായത്, അവിടുത്തെ ആ മാനം കഴിഞ്ഞോട്ടെ, അസല്ല ദേവിക്ക് തൃപ്തിച്ച് അങ്ങനെ ആവട്ടെ. പട്ടാഭിഷേകം കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസം നൈറ്റാണ് ഈ പറയും. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ രാത്രി 10 മണിക്കാണ് ഈ സ്പൈസ് ഒക്കെ വരിക. ചോദിച്ചു, ഒക്കെ കുഷിയല്ലേ എല്ലാം അയോധ്യയിൽ? എല്ലാം കുഷിയാണ്. അല്ലല്ല, എന്റെ പേരെന്താ ബാന്ന് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് സ്വൈ അറിയാറില്ല, ബാന്ന് വെച്ചെന്ന് പറയുന്ന പേര്. അവരോട് ഇല്ല, എന്റെ മനസ്സിൽ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്നോട് പറയാൻ പറ്റാത്ത രീതിയിൽ. ഭഗവാൻ അത് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു. ഞാനാ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഒരു വീട്ടിലുള്ളൊരു സംസാരം കേട്ടു. അതായത് ആ സീതയെ പോലെ മറ്റുള്ളവരുടെ വീട്ടിൽ പേരിക്കുന്നത് തന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു തുണി അലക്കുന്ന ആൾക്കല്ലേ വരും. അങ്ങനെ പറഞ്ഞു. ലക്ഷ്മണനെയും ഭരതനെയും വിളിച്ചു ഭഗവാൻ ഉണ്ടാക്കാൻ പറഞ്ഞു, ഉപേക്ഷിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഭഗവാൻ വരുമെന്നു. എന്ത് വേണമെങ്കിലും ചെയ്യല്ല, ഏട്ടൻ എന്താ അങ്ങനെ ചോദിച്ചു. എന്നാൽ നാളെ തന്നെ ഏടത്തിന് വേണ്ടി കാട്ടുവിടുക. ഭരതൻ അല്ലെങ്കിലേ കരഞ്ഞു കൂട്ടുന്ന ആളാണ്. ലക്ഷ്മണന് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളു, 14 എക്സ്പീരിയൻസിലാണ് ശ്രീരാമന്റെ ഇതില്. ഭരതന് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാതെ ഭരതൻ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഓടിപ്പോയി. ലക്ഷ്മണൻ പിന്നെ ഉള്ളത് ഇത്ര കാലത്താണ് നോക്കി രക്ഷില്ല. തന്നെ ജ്യേഷ്ഠത്തിയമ്മയെ കൊണ്ടേ കാട്ടിൽ വിടാനാ പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ദിവസം കൊണ്ടേയിട്ട് ആ സരയൂ നദി കടന്നുകൊണ്ട് ആ ഗുഹന്റെ ആശ്രമത്തിൽ കൊണ്ടേ വിടാണ്. അപ്പൊ അവിടെ പോയി ജ്യേഷ്ഠത്തെ അപ്പോഴും അറിയില്ല ഗർഭിണിയാണ്. എന്താണ് ചെയ്യുന്നത്? മഹാലക്ഷ്മണ നീ ആരെങ്കിലും ചോദിച്ചപ്പോ അവിടെ നിന്ന് ഒരൊറ്റ തൊഴുകലാണ്. തോണിക്കാരോട് പറയുക, എടുക്കുക തോണി ബാക്കിലേക്ക്. മനസ്സിലായോ? അതാണ് മാധുര്യം. അത് ഇന്നുപോലെ ഈ കൃഷ്ണാവതാരത്തില് ഈ ശ്രീരാമൻ ലക്ഷ്മണനും ദാസ്യത്തിലായിരുന്നു. പക്ഷെ ഇവിടുത്തെ ആദിശേഷന് സഖ്യഭാവം കിട്ടിയിരിക്കണം. തന്റെ ഒപ്പം കളിക്കുക, അത് മാത്രം ജോലിയുള്ളൂ. മനസ്സിലായോ? പക്ഷെ കൃഷ്ണാവതാരത്തിൽ ഒരിക്കലും തന്റെ ജ്യേഷ്ഠനാണ്, ഇദ്ദേഹം അഖിലാണ്ടത്തിന്റെ ഗുരുവാണ് ഒന്നും പറഞ്ഞില്ല. ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ഭാവത്തിൽ ബലരാമനെ ആരും കണ്ടുവരില്ല. വലിയ ഒരു സമയത്ത് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. രാമായണം വായിച്ചുകൊണ്ടിരിക്കില്ല, ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്ന രോമകർഷന്റെ എണീച്ചു നിന്നുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ദർഭപ്പുല്ലുകൊണ്ട് കൊത്തി അദ്ദേഹത്തിന് ജീവനെടുത്തോട് സപ്തഋഷികൾ പറഞ്ഞു, അങ്ങ് ചെയ്തത് ശരിയാണ്, പക്ഷെ തെറ്റുമാണ്, രണ്ടുമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അഖില ലോക ഗുരുവാണ് ഇത് വന്നിരിക്കുന്നത്, അദ്ദേഹം എണീച്ചു നിന്നില്ലല്ലോ, പിന്നെ എന്താ ഈ ഭാഗവതത്തിന്റെ കാര്യം? അപരാധമാണ് ഇത് ഈ രോമകർഷണം ചെയ്തത്. അവർക്കും അറിയാം. പക്ഷെ ഭഗവാന്റെ
ഇത് അപ്പൊ അങ്ങനെയാണ് ശരി പോട്ടെ സാറിൽ അവന്റെ മകനെ പിടിച്ച സൂതനെ അവന്റെ ഇവിടുത്തെ ആചാര്യനാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവിടുന്ന് പിന്നെ തന്റെ യാത്ര തുടരുകയാണ് ചെയ്തത്. അപ്പൊ മാത്രമേ അദ്ദേഹം അഖില ലോകത്തിന് അഖിലാണ്ട ഗുരുവാണെന്നുള്ള ഒരു സ്മരണ നമുക്ക് അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചൈതന്യകാലത്ത് ജ്യേഷ്ഠനെ ആദരിക്കാണ് ആജ്ഞ. എന്നെ വചിച്ചിട്ട് കാര്യമില്ല എന്നാണ്. എല്ലാ ജീവജാലങ്ങളെയും ക്ഷുദ്രജീവികളെ കൂടെ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുക. ഒരു എലി വന്ന് അവനെ എങ്ങനെ പിടിക്കുക, കൊല്ലുക എന്നല്ല. എലി അത് കടിച്ചു കയറി, ഇത് കടിച്ചേറി, പുതിയ ഷർട്ടുകൾ കടിച്ചു, അലമാറുള്ളിൽ കയറി, നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലോട് കയറി, എല്ലാം തിന്നുള്ള എലി. അവനെ ഒന്ന് പിടിക്കേണ്ടി വേണം. ഞാൻ വൈഷ്ണവനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എലിയെ പിടിക്കേണ്ടത് വേറെ, ഇത് വേറെ. ഭാര്യ തന്നെ പറയുന്നത്. അപ്പൊ കൊണ്ടുവന്ന് എലിക്കണി കൊണ്ടുവന്ന് വെച്ചു, കപ്പ വിളിച്ചല്ലേ വെക്കുമ്പോ കപ്പ വെച്ചു. മറ്റൊക്കെ നോക്കി പറ്റില്ല, കപ്പയില്ല വീണു. അതാ കിടക്കുന്ന എലി. രാത്രി ശബ്ദം, എലി വീണുണ്ട്, എലി വീണുണ്ട്, നോക്കിയപ്പോ എലി വീണുണ്ട്. എന്താ ചെയ്യേണ്ടത്? മുക്കിക്കൊല്ലണോ? ശരിയാവില്ല. വേറെ എന്ത് ചെയ്യുമ്പോൾ ശരിയാവും. എന്താ ചെയ്യാ? സുപ്രഭാത കേസരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓണാക്കി അവന്റെ അടുത്ത് വെച്ചു. ഞാൻ മോശം കിട്ടിക്കോട്ടെ, നാളെ ചാവുമ്പോല്ലേ. അങ്ങനെയുള്ള എലിയുടെ ഹൃദയത്തിലുള്ളതായിട്ടുള്ള അവന്റെ വേദന, അവന്റെ മൂഢത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിയെയും നിങ്ങള് മനസ്സിനകത്ത് ഈർഷ്യാലുമായിട്ട് അസൂയാല്, എലിക്കട എല്ലാവരുടെ അസൂയ നോക്ക്, പാമ്പരുടെ അസൂയ, അവന്റെ എല്ലാരും കൊത്തുകൊല്ലുന്ന അവനെപ്പോ അടിച്ചു കൊല്ല്, അങ്ങനെയുള്ള അസൂയാണ് മനുഷ്യന്. ആന കൊത്താൻ പറ്റുന്നു, ആന വെടിവെച്ചു കൊല്ല്. ഗോപാലദാസിന്റെ ആന ഭയങ്കര കാട്ടാനയായിരുന്നു, എല്ലാവരെയും ഉപദ്രവിക്കുന്ന ആനയായിരുന്നു. ആ ഗോപാലദാസിന്റെ മുമ്പില് വൈഷ്ണവ ആചാര്യനായിട്ടുള്ള രസികാനന്ദൻ പോയി നിൽക്കാണ്. അവിടുന്ന് നവാബ് പറയണ, ഇയാൾ നാരായണമൂർത്തിയായിട്ട് നിങ്ങൾ ആരാധിക്കണ്ട, ഈ ആനയെ വരക്കട്ടെ എന്ന് പറഞ്ഞത്രേ. എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഒന്നും മിണ്ടില്ല. അവസാനം ശല്യം ഒരുപാടായപ്പോ രസികാനന്ദൻ അവിടെ പോയി നിൽക്കാണ്. ആന നേരിട്ടൊന്നും ആനങ്ങനെ നിൽക്കാണ്. അതിക്രൂരനായുള്ള എത്രയോ ആൾക്കാരെയും ജീവികളിൽ കൊന്നിട്ടുള്ള ആന. അവിടെ നിൽക്കുമ്പോ ആനയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോ ആന ദേഹത്തിന് നോക്കി ചോദിക്കുകയാണ്, ഗോപാല എന്നൊരു വിളിയാണ്. ഭഗവാനെ സർവ്വ ചരാചരങ്ങളിൽ കാണുന്ന വിളി, ഗോപാല നിനക്ക് ഈ ഗതി എന്താ? നീ ഇത്രയും ക്രൂരനാണല്ലോ, ആവശ്യമില്ല, നല്ലവനാണ് നീ. നീ നിന്റെ പൂർവ്വസ്മരണം ആലോചിച്ച് നോക്ക്. എന്തിനാണ് നീ ഇങ്ങനെ അസൂയാലായിട്ടിരിക്കുന്ന ആൾക്കാരെ ദ്രോഹിക്കുന്നത്? ഒരൊറ്റ വാക്കില് ആ ആന അതാ നമസ്കരിക്കണു. ശ്രീ ഗുരുവായൂരിന് മുമ്പില് ഗുരുവായൂർ കേശവൻ നമസ്കരിച്ച പോലെ. എന്നിട്ട് ഇദ്ദേഹത്തിന് പ്രതിഷ്ഠം ചെയ്തു ഒരു പ്രാവശ്യം ആന. ആ ആനയുടെ ചെവിയിൽ പോയി പറഞ്ഞു, ഗോപാലദാസ് 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 3 പ്രാവശ്യം അവനെ തന്റെ ശിഷ്യനാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ആ ആന അവിടുന്ന് എല്ലാം നന്നായിട്ട് പോയി. വീണ്ടും ഈ ഇത് കണ്ടിട്ട് വിശ്വസിക്കാത്ത ഈ സുൽത്താൻ വീണ്ടും ഉപദ്രവങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് ഒരു കോട്ടറുള്ളിൽ കൊണ്ടാക്കി അവിടെ അടച്ചിട്ടു. ഈ ആന കാട്ടാനകളെ വിളിച്ചുകൊണ്ടിട്ട് അവിടെ ഉപരോധം ചെയ്തുകൊണ്ട് അവര് പട്ടിണി കിട്ട് അദ്ദേഹത്തിന് വീണ്ടും പാഠം പഠിപ്പിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വൈഷ്ണവാചാര്യന്മാരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി കൊടുത്തത്, അല്ലാതെ അവരുടെ പൊരുതിയിട്ടല്ല. അങ്ങനെയുള്ള പ്രഗത്ഭന്മാരെ ചന്ദ്രമാപ്പുവിന്റെ ശിഷ്യനായിട്ടുള്ള മറ്റേ നരോത്തം അല്ല ജീവഗോസ്വാമിയുടെ ശിഷ്യനായിട്ടുള്ള നരോത്തം ദാസ് ഠാക്കൂറിന്റെ ശിഷ്യനായിട്ടുള്ള ശ്യാമാനന്ദന്റെ ശിഷ്യനായിട്ടുള്ള രസികാനന്ദന്റെ കഥയിൽ പറയുന്നു. അപ്പൊ മഹാപ്രഭുവിന്റെ പവർ എവിടെയായിരുന്നു എന്ന് ആലോചിക്കാമോ? അങ്ങനെയുള്ള വൈഷ്ണവന്മാരാണ് ഈ മുഗളന്മാരെ നിലയ്ക്ക് നിർത്തിയിരിക്കുന്നത്. വാളുകൊണ്ടല്ല, ഭഗവത് ചൈതന്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭീതി ഉണ്ടാക്കിയിട്ടാണ്. അസുരന്മാരെ കൊന്നിട്ടല്ല ചൈതന്യ അവതാരത്തിൽ ഉണ്ടായിരിക്കുന്നത്, അവരുടെ കരുണ കാണിച്ചുകൊണ്ട് തന്നെയാണ്. എന്നെ ഭജിച്ചിട്ട് കാര്യമില്ല. കൃഷ്ണാവതാരത്തിൽ നിങ്ങൾ എന്നെ വെച്ചു, നീ കുബ്ജയെ ഒന്നാ പിടിച്ചോ, എന്നെ മനോജ്ഞയാക്കി വിട്ടില്ല, കളവ് കൂട്ടുണ്ടോ? ഭഗവാനെ ഭരിച്ചവർക്കൊക്കെ വേഗത്തിൽ കൊടുത്തു. പിന്നെ ബ്രാഹ്മണന്മാരൊക്കെ ആൾറെഡി ബ്രാഹ്മണ ഇതാഴ്ച ജഗത് ഇതാഴ്ച, അതിന് ബ്രാഹ്മണൻ എപ്പോഴും ഭഗവാൻ ഇഷ്ടമാണല്ലോ എന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആൾക്കാരെ ശുദ്ധാക്കമാണ്. നമ്മൾ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ നല്ലൊരു ഷർട്ട് 2001-3000 രൂപ വില പിടിച്ച ഷർട്ട് ആരോ അതൊക്കെ വാങ്ങി, ഓ പറ്റില്ല എന്നാലും വാങ്ങിയിരിക്കട്ടെ, ഒരു ഷർട്ടല്ലേ കൊല്ലത്തിൽ ഒരിക്കൽ കിടക്കട്ടെ. പെട്ടെന്ന് അതില് കറിയായി. ഒരു പ്രാവശ്യം ഉടുത്തപ്പോഴേക്കും ഭാര്യ വെച്ച് നോക്കി, അവർ നോക്കിയപ്പോ അതില് ഫോറിന് കൊണ്ടുവന്നിട്ടായിട്ടുള്ള കറ പോണ സാധനം ഉണ്ട്, അത് വെച്ചപ്പോ അതിന് കളറും പോയി. ഇനി അത് ഒട്ടും പറ്റില്ല. എന്തൊരു തുണിയെടുത്ത് തുടച്ചു കഴിഞ്ഞിട്ട് ആ തുണിയുടെ കളറിലൊക്കെ ആയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി, കറ പിടിച്ചു. അതുപോലെയാണ് പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ പിടിച്ചിരിക്കുന്നത്. ബ്രാൻഡായിട്ടുള്ള സാധനമാണ് നമ്മള്.
ആത്മാവാണ്, ശുദ്ധമാണ്. പക്ഷെ അതിൽ ഈ കറ പിടിച്ചു. ഇനി കറ എങ്ങനെ ചീച്ച് കുത്തിത്തിരുമ്പി അല്ലെങ്കിൽ ഈ റിവർ ഇട്ട് അല്ലേ പുതിയ നമ്മൾ ശക്തി നമ്പർ ആയിരിക്കുമ്പോ അവിടെ ഒരു അന്ന് അത് എടുക്ക് ഒരു 10 രൂപ അത് അതും വീട്ടിൽ പരീക്ഷിച്ച് ശരിയായി. അങ്ങനെയുള്ളവര് പ്രാരബ്ധ കർമ്മങ്ങളെ ഒഴിക്കാൻ വേണ്ടി പ്രായച്ചിത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കുത്തിത്തിരുമ്പല്ലേ ഈ ആത്മാവിനെ പിടിച്ച് കുത്തിത്തിരുമ്പി ഇത് കണ്ടോ കറ പോണു. ബ്രാൻഡാണ് സാധനം. പരമാത്മാവിന്റെ ക്വാളിറ്റികളായിട്ട് ജീവാത്മാവാണ്, പക്ഷെ കറവില്ല. അങ്ങനെയുള്ള കറ പോകാത്ത ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കറ പോകുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ഡ്രൈ ക്ലീനിങ് കേട്ടുണ്ടോ? ഒരു കുത്തിത്തിരുമ്പലും വേണ്ട. ആ ഡ്രൈ ക്ലീനിങ് ആണ് ഈ ഹരകൃഷ്ണ സമ്പ്രദായം. ആ ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന ആളാരാ? അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നെ നിങ്ങൾ ഭജിച്ചിട്ട് കാര്യമില്ല. എന്റെ ഏട്ടൻ പല വിക്രസും കാണിക്കും. അദ്ദേഹം വിക്രസ് കാണിക്കേണ്ട പിന്നിൽ എന്താ ആർക്കും പിടിക്കില്ല. ഈ അദ്വൈതകാരി കുറെ കളിയാക്കാൻ ചെയ്തു പോയതിനെ പറ്റിയില്ല. അദ്ദേഹത്തിന് അറിയാം ആരാണ്ടാണ് സംഭവം. കാരണം തൊട്ടാ പൊള്ളുന്ന ആ പാർട്ടിയാണെന്ന് അറിയാം. പക്ഷെ എങ്ങനെ സമാളിക്കും? വ്യാസപൂജയ്ക്ക് വിളിച്ചിട്ട് വ്യാസപൂജ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാല കൊടുത്തിട്ട് ആ മാലയെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അവസാനം പറഞ്ഞത് ശൈനവാമിന്റെ കഴുത്തിലിട്ടോളൂ. ഇതാണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവര് തോറ്റു. ഈ ബ്രാഹ്മണര് തോറ്റു. പാപ്രഭുവിന്റെ പാർശ്വന്മാരായിട്ടുള്ള നവദ്വീപിലെ ബ്രാഹ്മണന്മാരെ ഈ അവധൂതനെ കൊണ്ട് തോറ്റു. അവസാനം ശ്രീനിവാസാചാര്യർ പറയും ഇവനൊക്കെ ആരെങ്കിലും ചോറ് കൊടുത്ത് വീട്ടിൽ വളർത്തി ഉണ്ടാക്കുമോ എന്ന് പറയണേ ശ്രീനിവാസാചാര്യരുടെ നാരദമുനിയോടെ പറയുന്നത്. ആയിക്കോട്ടെ ഇതിലും മോശമായിട്ടുള്ള വല്ലവരുണ്ടും കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ബോധങ്ങൾ ഇങ്ങനെ അവർക്കറിയാം ഈ നിത്യാനന്ദൻ ആരാണ് എന്നുള്ളറിയാം. നിത്യാനന്ദൻ എന്ന ആരും പെരുമാറാൻ കാരണം ഒരു മില്യനിയർ ഒരു ബില്യനിയർ എക്സെൻട്രിക് ഒരു 1 ലക്ഷം റുപ്യ നമുക്കൊരു കുടം സ്വർണം കിട്ടിയാൽ നമ്മൾ എങ്ങനെയിരിക്കും? നിലയ്ക്ക് നിൽക്കുവോ? എന്തെങ്കിലുമൊക്കെ ഭ്രാന്ത് കാണിക്കും. നമ്മൾ കാണിച്ചില്ല നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും കാണിക്കും. സംഗതിയുണ്ട്, യഥേഷ്ടമുണ്ട്, തീരുന്നില്ല. ഒരു 10 തലമുറയ്ക്ക് തീരാത്ത സാധനം കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് കാണിക്കും. അതാണ് ഈ മില്യനിയർ എക്സെൻട്രിക് ബില്യനിയർ എക്സെൻട്രിക് എന്ന് കേട്ടില്ല. നമ്മൾ അവര് എക്സെൻട്രിക്കുകളായിരിക്കും. അവരെന്തെങ്കിലും ചെയ്യും അല്ലേ? ഈ എന്താണ് പേര് നമ്മുടെ ഇതൊരു ബ്രാൻസൺ എന്നൊക്കെ പറഞ്ഞ എക്സെൻട്രിക്കുകൾ റിച്ചാർഡ് ബ്രാൻസൺ ഇദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സെൻട്രിക് ആണ്. അവര് പറഞ്ഞില്ല അവര് ഒരുപാട് പണം ഉണ്ട്. അവർ എന്താ ചെയ്യുന്ന അറിയില്ല. ചിലപ്പോ അവര് ചാക്ക് കൊടുക്കും. എന്താണ് ചാക്ക് കൊടുക്കുന്നത്? ഇയാൾ ഇത്രയും പൈസക്കാരനായിട്ട് അങ്ങനെയാണ്. ചിലപ്പോ അതിൽ നടക്കും, ചിലപ്പോ അതിൽ എന്തെങ്കിലും ചെയ്യും, ആർക്കും അറിയില്ല. ചിലപ്പോ അതിൽ പെട്ടിക്കടയിലോ അതിൽ ചായക്കടയിലൊക്കെ വരുന്നത്. പണ്ട് മമ്മൂട്ടി എൺപത് കാലത്തിനോട് മുമ്പ് ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു കൊണ്ടുണ്ട്. ആരും കയറാത്ത ചായക്കടയിൽ മമ്മൂട്ടിയാണ്. അദ്ദേഹം ചെയ്യും. അദ്ദേഹം അങ്ങനെയുള്ള എക്സെൻട്രിക് ചെയ്യും. പക്ഷെ അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്. അതിനേക്കാളും നടവരനാണ് എന്റെ ഏട്ടനെ പറ്റി പറയുന്നത്. സൂപ്പർ സ്റ്റാറിനാണ് നമ്മുടെ ആള്. അദ്ദേഹത്തിന്റെ ഏട്ടനാണ് ഇയാള്. നടവരൻ എന്ന് പറഞ്ഞ ഭഗവാൻ എന്തിനാ സൂപ്പർ സ്റ്റാറിന്റെ വേഷം കിട്ടിയാൽ അതേ നടക്കുന്നു അറിയാം ഭഗവാൻ. അതുകൊണ്ടാണ് അവതാര വേഷം. മമ്മൂട്ടി മോഹൻലാൽ ഒന്നല്ല, അതിനേക്കാളും വലിയ നടൻ. കർണികോ കർണികാരം ഇതൊക്കെ വെച്ചുള്ള നടൻ, പീലി നടിയുള്ള നടൻ, ഓളത്തിൽ വിളിച്ച നടൻ, ഇതൊക്കെ പിന്നെ സാധിക്കും. അപ്പൊ ആ ബലരാമൻ മനസ്സിലായി ഇത് ശ്രീകൃഷ്ണനാണ്, ഇത് ഗൗരവനല്ല, ഇത് സാക്ഷാത് ശ്യാമനാണ് എന്ന് ഹൃദയത്തിൽ അന്ന് കണ്ട ദിവസം മുട്ടുകൊണ്ട് വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിന് അന്ന് പോയതാണ് ബോധം. പിന്നെ തുണിയുണ്ടോ ഇല്ലയോ ഇപ്പൊ എവിടെയെങ്കിലും പറഞ്ഞാച്ചാ ചെയ്യാ പറയും. ശരി, കൃഷ്ണനെ പറഞ്ഞാച്ചിരിക്കണം ഭഗവാൻ. വഴിയിൽ പോയി മരത്തിന് മുകളിൽ കയറിയിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ അവിടുന്ന് ബോധം അവിടുന്ന് ഇറങ്ങും. അപ്പൊ ആകപ്പാടി ഒരു കോടകം നിർബന്ധിച്ച് ഉടുത്തുവിടുന്ന് വിടും. ചിലപ്പോ അതിനടുത്ത് തലയിൽ കെട്ടിയിട്ട് പാറപ്പുറത്ത് ഡാൻസ് ചെയ്യും. ഇങ്ങനെ എന്താ അതിന് കാരണം ചോദിച്ചാൽ നിങ്ങൾക്കറിയോ ഇത് ഭഗവാനാന്ന്? നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാം. ഞാനിത് ആരോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും തിരുക്കളൊക്കെ ചെയ്യും. അങ്ങനെ അദ്ദേഹം സമാധാനിക്കുകയായിരുന്നു അവിടെ. ആരോട് ഒരു കാര്യം പറയാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും അല്ലേ? നല്ലൊരു കാര്യം ആരോട് പറയാൻ പറ്റില്ല, അച്ചു പറയാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ നമുക്ക് കൃത്യം പിടിക്കാം, എന്തെങ്കിലും ചെയ്യട്ടെ. അതുകൊണ്ടായിരുന്നു നിത്യാനന്ദന ഇതില് ആയിരുന്നു. ഈ ഗൗരാംഗൻ ആരായിരുന്നു? പിന്നെ 1000 ലഡ്ഡു നമ്മൾ കസ്റ്റഡിയിൽ എടുത്തു, അടിമയാക്കി. നമ്മുടെ ഓരോന്നോരോ തിന്നണം. നമുക്ക് മാത്രം ആരും കൊടുക്കണ്ട. നല്ല ലഡ്ഡു തിരുപ്പതിയിൽ ഇട്ടു. ഒരു 10 നിർമ്മിക്കും നമ്മളെ ലഡുവിന്റെ അടിമയായി. ഒരു 100 നിർമ്മിക്കും നമ്മൾ മധുരത്തിന്റെ അടിമയായി, ഷുഗറായി.
ഇപ്പൊ ആരെ അടിമയും? തുടക്കത്തിലെ ലഡു നമ്മുടെ അടിമയും പണം കൊടുത്ത് വാങ്ങിയതാണ്. 100 നിന്നപ്പോ നമ്മള് ലഡുവിന്റെ മാധുര്യത്തിന്റെ അടിമയായിട്ട് ആ ഷുഗറിൽ ബാധിച്ചിട്ട് നമ്മൾ കഥ കിടക്കുന്നു. ആണോ അല്ലയോ? അതുപോലെ ശ്രീകൃഷ്ണൻ രാധയെ സ്നേഹിക്കാൻ പോയി. സ്നേഹിച്ച് രാധയുടെ മാധുര്യത്തിന്റെ അടിമയായി. അവസാനം എന്ത് ചെയ്താലും സമാധാനം ഇല്ലാത്ത രീതിയിലായി. 14 ദിവസത്തിലെ മുങ്ങിയാണ്. 14 വയസ്സില് മധുര എനിക്ക് ചില കാര്യമുണ്ട്, ഞാൻ വരാമെന്നു പോയി. എവിടേക്ക് പോയ? മധുരയിലേക്ക്. കംസനെ കൊല്ലാൻ വേണ്ടി പോയി. തിരിച്ചു വന്നോ? ഇല്ല. ഗോപസ്ത്രീകളുടെ കാര്യം എന്തായി? എന്തുകൊണ്ട് ആയിക്കോട്ടെ, അങ്ങനത്തെ മുങ്ങിയാണ്. കാരണം എന്താ അങ്ങനെ മുങ്ങാൻ കാരണം? ഇവര് ഇപ്പൊ നമ്മളൊരു മാന്യരായിട്ടുള്ള 100 രൂപ കടം വാങ്ങി. 100 രൂപ മതി, ഞാൻ അടുത്ത ആഴ്ച തരാട്ടോ. അടുത്ത ആഴ്ച ഈ ആരെടുന്ന കടം വാങ്ങി അയാളെ ആ വീട്ടിലുണ്ടോ, അയാൾ എവിടെ ചാനലിന്റെ പിന്നാലെ പോയിട്ട് അതെനിക്ക് അല്ലല്ലോ അത് പറയാൻ പറ്റത് എന്തിരിക്കട്ടെ, ഇത് കൊടുത്ത അയാൾ സ്വീകരിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് ഉറക്കം വരുമോ. അതാണ് മാന്യന്റെ ലക്ഷണം അല്ലേ? മറ്റവനെങ്ങനെ അവനെ കണ്ടാൽ ഒളിയും, അവനോട് ശത്രുവായി. കാരണം ഇവൻ പണം കഴിക്കാൻ വരുന്നതാണ്. ഇവനിപ്പോ എന്താ ഇതിന്റെ ആവശ്യം? അങ്ങനെയല്ല, മാന്യന്മാർ അത് തിരിച്ചു കൊടുക്കാൻ നോക്കും. അപ്പൊ ശ്രീകൃഷ്ണൻ രാധയുടെ ഗോപസ്ത്രീകളുടെ മാന്യതയില് മാധുര്യത്തില് അടിമയായത് മാത്രമല്ല, അവരെന്തും ത്യജിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഉദയവരെ വിട്ടു. ഇവർക്ക് ആവശ്യം പുരുഷാർത്ഥാണ്. കുറച്ച് ഫിലോസഫി മീറ്റിംഗ് പറഞ്ഞവരുടെ ഈ വിഷമമൊക്കെ നിങ്ങൾ മാറ്റണം, ഇങ്ങനെയൊന്നും ആയാൽ പോരാ, മോശമാണ് ആവശ്യം, ഈ പ്രേമം എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. കുട്ടികളെ നിങ്ങൾ പ്രേമം എന്ന് വിളിക്കരുത്, സ്കൂളില് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്ന പോലെ. മനസ്സിലായില്ലേ? ഗോപസ്ത്രീയോട് പറഞ്ഞു, രാത്രി 12 മണിക്ക് ഭർത്താക്കന്മാരെ അവിടത്തേക്ക് ഓടക്കൊണ്ടുകൂടി വിളിച്ച് കാട്ടുമൃഗങ്ങളുടെ നടുക്കില് കൊണ്ടിട്ട് തിന്നാട്ട് കൊടുത്ത ആളാണോ ഇപ്പൊ ധർമ്മം പറയണേ, മോശം പറയണേ? തിരിച്ചു വന്ന വഴി പോകാൻ പറഞ്ഞത് ഇവരോട്. ഇവർക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങള് ഈ ശ്രീകൃഷ്ണ പ്രയോഗത്തില് യോഗത്തിലും വിയോഗത്തിലും ഞങ്ങൾ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പോണ്. അത് താങ്കളെ പഠിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. യോഗത്തിൽ ബ്രഹ്മാനന്ദം എല്ലാവരും യോഗികളെ കേട്ടിട്ടുണ്ട് അല്ലേ? വിയോഗത്തിൽ എവിടെ ബ്രഹ്മാനന്ദം? ഇത് ഭഗവാൻ തന്നെ അറിയില്ല. ഈ വിയോഗത്തിൽ എങ്ങനെ ബ്രഹ്മാനന്ദം? അത് ഭഗവാന്റെ സബ്ജക്റ്റ് ഇല്ല, അത് ആളെ ഓപ്ഷനിലിട്ടു. പല സബ്ജക്റ്റ് നമ്മൾ ഓപ്ഷനിലോട്ടില്ലേ, അതുപോലെ ഓപ്ഷനിലോട്ട് സബ്ജക്റ്റിൽ വിട്ടു. ഈ വിയോഗത്തിലെ ബ്രഹ്മാനന്ദം കിട്ടുന്നതായിരുന്നു. ഗോപസ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരേ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുള്ളൂ, ഒരേ ഒരു പാരിതോഷികം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ കടം വീടിയുന്നില്ല. പക്ഷെ അത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ പദവി ഉണ്ടല്ലോ, ആ പദവിയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സമ്മാനം എന്ന് പറഞ്ഞു. അവരൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ആ ദ്വാപരകത്തിലുള്ള അവതാരത്തിൽ തന്റെ കടംപെട്ടാത്ത ഉപസംഹരിച്ചു. പക്ഷേ ഭഗവാൻ അനന്തനാണ്, അനാദികാലത്തിലും ഭഗവാന്റെ പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് കലിയുഗത്തിലെ ഞാൻ ആ കടംപെട്ടു എന്നുള്ള ഹൃദയനിശ്ചയത്തോടു കൂടിയിട്ട് രാധയുടെ മാധുര്യ രസം താൻ തന്നെ അനുഭവിച്ചുകൊണ്ട് രാധയുടെ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് താൻ അനുഭവിച്ചു. താനും വേണം രാധയും വേണം, എന്നാലേ തനിക്ക് അനുഭവിക്കാൻ പറ്റും. രാധ മാത്രമേ രാധയിൽ അനുഭവിക്കും. അങ്ങനെ 2 പേര് 2 in 1 എന്നുള്ള നിലയ്ക്ക് കുറച്ച് ശ്രീകൃഷ്ണനായിട്ട്, കുറച്ച് രാധയും, കുറച്ച് പിന്നെ ശ്രീകൃഷ്ണനായിട്ട് തീർച്ചയായും ആൾക്കാരിൽ കയറിയിരിക്കും. ഓരോക്കെ എല്ലാവരും പൂജിക്കും, എല്ലാവർക്കും പറയും. ഓരോരുത്തർക്കും വിളിച്ചു പറയണം. പണ്ട് 30 കൊല്ലം 40 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളെ വിളിച്ചു പറയുന്നത് അവരുടെ ജീവിതത്തിലായി മഹാപ്രകാശത്തില്. അവിടെ ഇരുന്നാൽ മാത്രം പറയാം, നമുക്കും കയറിയിരിക്കാം. പക്ഷെ ഇന്നത്തെ വല്ലതും പറയണ്ടേ അല്ലേ? ഇല്ലെങ്കിൽ ആൾക്കാരെ അവിടുന്ന് പിടിച്ച് ചൂലിട്ടുണ്ട് അടിച്ചത് ഉറക്കരുത്. അപ്പൊ അങ്ങനെയായിരുന്നു അവരെ. കുറച്ച് കഴിഞ്ഞാൽ തളർന്ന് കിടക്കണു. അപ്പൊ ആൾക്കാർ അയ്യോ സമസ്ത ലോകങ്ങളെയും ഭരിക്കുന്നതായിട്ടുള്ള മഹാവിശ്വരീ ഗതിയോ ഈ മെറ്റത്ത് കിടന്ന് ഉരുളല്ലോ എന്ന് പറഞ്ഞാൽ അവർ നിലവിളിക്കാൻ തന്നു. അവരുള്ള ധൈര്യം ഒക്കെ പോയി. ഇതെന്താണ് വിശ്വസിക്കുന്നവരും? അപ്പൊ അവരെല്ലാവരും നോക്കുന്നത് നിത്യാനന്ദന്റെ മുഖത്തെയാണ്. നിത്യാനന്ദനെ ആൾക്കാരെ ബലം പിടിച്ച് നിൽക്കുന്നുണ്ടാവും. കാരണം ഇത് അത്രയും ബലമൊന്നുമില്ല. ബംഗാളിലെ ഇതൊന്നും അത്ര ബലമില്ലാത്താണ്. ഇങ്ങനെ ആടുന്നുണ്ട്. അങ്ങനെ ആടും അത് പൊട്ടി വീഴുകൊണ്ട് ദേഹം തൊട്ടാൽ അത് പൊട്ടിയൊന്നും വീഴില്ല. കാരണം ശേഷശയ്യാണത്. അങ്ങനെ അപ്പൊ അവർക്ക് ധൈര്യമായി. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ വിഷമിക്കുന്ന അവിടെ നോക്കുക, അവിടെ എപ്പോഴും ഈ നർമ്മരസം തന്നെയാണ്. ഇവര് ചിരിയുണ്ട്. കാരണം ഇത് ഭഗവാൻ അദ്ദേഹത്തിന് അറിയാലോ. അപ്പൊ ആ ചിരി കാണുന്ന സമയത്ത് ആ മന്ദഹാസം, നിത്യാനന്ദ മന്ദഹാസം കാണുമ്പോൾ ഇവരൊക്കെ ശാന്തന്മാരും സമാധാനപ്രിയും സമാധാനമുള്ളവരായി മാറുകയാണ്. ഭഗവാന്റെ ഈ രാധയും കൃഷ്ണനുമായിട്ടുള്ള ഈ ലീല, ട്രാജഡിയും കോമഡിയും തമ്മിലുള്ള പോലെ ഉള്ള ഈ ലീല ഇവർക്ക് മനസ്സിലാവാതെ പോവാണ്. അവിടെയൊക്കെ ധൈര്യമായിട്ട് ഇവർക്ക് നാഥനായിട്ട് ഇവരുടെ ബലമായിട്ട് നിന്നുകൊടുത്തു നിത്യാനന്ദ പ്രഭു. ആ നിത്യാനന്ദ പ്രഭുവിന്റെ കരുണ ഒന്ന് മാത്രം മതി എന്ന് തെളിയിക്കാനാണ് അവരെ ജഗായമാതായ മോക്ഷം അവിടെ കാണിക്കുന്നത്. എല്ലായിടത്തും നാമജപം പറഞ്ഞിട്ട് വലിയ ആളാവല്ല. അങ്ങനത്തെ ഒരു അവതാരമല്ല ഈ അവതാരം. ബ്രാഹ്മണർക്കും പുണ്യം ചെയ്തവർക്കൊക്കെ നാമജപം കൊടുത്തിട്ട് എന്താ കാര്യം? ഇത് കലികാലാണ്.
ഇവിടെ സഹൃദയത്വം കൂടിയില്ല. ഇവിടെ മനുഷ്യന്മാരായിട്ട് ആരും ജീവിക്കുന്നില്ല. അവർക്കാണ് മോശം കൊടുക്കേണ്ടത്. നമ്മൾ അതിനാണ് വന്നിരിക്കുന്നത് എന്നാണ്. ഇവിടുത്തെ മാർക്കറ്റ് ഡിഫറെന്റ് ആണ് എന്നാണ്. ഇവിടുത്തെ മാർക്കറ്റിങ്ങിൽ ഡിമാൻഡ് ഒന്നും ഇല്ല. പുണ്യം ചെയ്തവരൊക്കെ കുത്തി തീരുമാനമായിരിക്കുന്നു. ഇപ്പൊ ഡ്രൈ ക്ലീനിങ്ങിന്റെ സമയം വന്നിരിക്കും. അതുകൊണ്ട് എന്താ വേണ്ടത്? സങ്കീർത്തനങ്ങൾ തുടങ്ങാ. എല്ലാവർക്കും സങ്കീർത്തനം ചെയ്യാൻ പറഞ്ഞു. വീട് വിടാന്തരം കുറെ ആൾക്കാർ നിങ്ങൾ പുണ്യവാൻ, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ബുദ്ധിമുട്ട്, ഞങ്ങൾ ഇങ്ങനെ നാളത്തോട് ചെയ്യുക കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് വരണം, വേറെ ഒരു സ്ഥലത്ത് പോയി നോക്കണം. പക്ഷെ ഒരു കാര്യം അവിടെ രണ്ട് ഭയങ്കര രാക്ഷസന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോണ്ട, അവരെല്ലാത്തവരൊക്കെ നാമം ജപിച്ചിട്ട് നിങ്ങൾ നടന്നാൽ ഇപ്പൊ ഭൂമി കൊടുക്കുന്നു പറഞ്ഞു. ഇല്ല, നിത്യാനന്ദൻ പറഞ്ഞു ഈ നിത്യാനന്ദ ജപം സഫലമാക്കാൻ പോവാണ് ഞാൻ ഹരിദാസ് എന്ന് പറഞ്ഞത്. ഹരിദാസ് ഠാക്കൂറിനോട് പറയുന്നത്. അദ്ദേഹം എപ്പോഴും തെരേഷ് നരേഷ് ഇപ്പൊ എന്താ മനസ്സിലായില്ലേ ചിന്ത, അവരെ ഒന്ന് സങ്കീർത്തനം ചെയ്തു. എല്ലാവരും അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, അയ്യോ അവര് കൊല്ലല്ലോ, അവര് കൊല്ലും എന്ന് പറഞ്ഞു വരുമെന്ന് പറഞ്ഞത്. അപ്പൊ ഹരിദാസ് ഞാനില്ല, നിത്യാനന്ദ ഇത് ചെയ്യുന്നത് ശരിയല്ലേ, അങ്ങേ എനിക്ക് വലിയ ബഹുമാനൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് ഞാനില്ല, കൂട്ടില്ല എന്നുണ്ട്. ചോദിച്ചത്രേ 22 അങ്ങാടികളില് ചാട്ടുപാറ കൊണ്ട് അടിച്ചങ്ങേ കൊല്ലുന്ന സമയത്ത് ഈ ഭടന്മാരെ രക്ഷിക്കണേ, ഈ ഭടന്മാരെ രക്ഷിക്കണമെന്ന് വാങ്ങാൻ പ്രാർത്ഥിച്ച് ഓർമ്മയുണ്ടോ? ഗൗരാംഗൻ മഹാപ്രവേശത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ, ഹരിദാസ അന്ന് താങ്കളുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ സുദർശനെ ഞാൻ ചോദിച്ചു, എന്താ എന്റെ ഭക്തനെ രക്ഷിച്ചൂടെ, അവനെ 28 അങ്ങാടിയിലിട്ട് അടിക്കും, 22 അങ്ങാടിയിൽ അടിക്കുന്നില്ലേ, സുദർശനത്തിനോട് ഞാൻ പോകുന്നത്. സുദർശൻ പറഞ്ഞു, അങ്ങയുടെ ഭക്തന്റെ കരുണ അവരെ വലയം ചെയ്തിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലെന്ന് പറഞ്ഞു. സുദർശൻ പറയാതെ ഭഗവാൻ എന്ത് ചെയ്യും? അങ്ങനെ എന്റെ സുദർശനത്തിന് പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ സ്വയം വന്നു. അതാണ് ഈ ചൈതന്യാവതാരം എന്ന് പറയുന്നത്. ഹരിദാസ നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഹരിദാസനോട് നിത്യാനന്ദ പ്രയോഗിക്കുക. അപ്പൊ അങ്ങേക്ക് അത്ര അവരോട് കരുണയുണ്ടായി, ഇപ്പൊ എനിക്ക് ഇത്തിരി കരുണയുണ്ടായപ്പോ എനിക്ക് ഒന്ന് സഹായിച്ചോടെന്നായി. ഇവര് അങ്ങനെയൊന്നും അടിച്ചിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ പോയപ്പോ കിട്ടി. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ കിട്ടിയില്ല എന്നാണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടുന്ന് വരുമ്പോഴത്ര പിടിച്ചവര് ഇടിച്ചത് തല പൊട്ടിച്ചു. അവിടെ നിത്യാനന്ദ പ്രഭു ചോരപ്രളയം കിടക്കുന്നു. ഹരിദാസൻ ഓടിപ്പോയി പറഞ്ഞു, അവിടെ അങ്ങനെ 2 പേരുടെ ക്രൂരന്മാരാണ് ഞങ്ങൾ അറിയാം, അങ്ങനെയായിരുന്നു ശ്രീനിവാസാചാര്യനും ആദ്യവാചാര്യനൊക്കെ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. അവിടുന്ന് വന്നു വിളിച്ചു, ചക്രം ചക്രം എന്ന് ആക്രോശിക്കുന്ന പറയുന്നത്. ചൈതന്യമാപ്രഭു കാലിങ്ങനെ കവച്ച് നിർത്തിയിട്ട് ഇവര് മുമ്പില് ഇങ്ങനെ നിൽക്കണം. അവരിങ്ങനെ ഭയചകിതന്മാരുടെ കിടക്കണം ഈ അസുരന്മാര്, ഇവരെപ്പോ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ ആ ചൈതന്യമാപ്രഭുവിന്റെ കാലിലേക്ക് ചാടി കൊണ്ട് നിത്യാനന്ദ പ്രഭു പറയണ, ഇവരെ കൊന്നു കഴിഞ്ഞാൽ ഈ നിത്യാനന്ദ ഇവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട്. ഇവരെ അങ്ങ് സുദർശൻ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഈ നിത്യാനന്ദ ജന്മം ഇവിടെ ദിവസം അവസാനിക്കുന്നു പറഞ്ഞത്. അപ്പൊ ശ്രീപാദ അങ്ങ് എന്തായാലും പറയുന്നത്, എന്നെ മറ്റവൻ മതായി എന്നെ കുടം കൊണ്ട് അടിച്ചു കൊല്ലാൻ വന്ന സമയത്ത് ജഗായി അവനോട് പറഞ്ഞു, എടാ മൂടാ നീ നിക്ക് എന്ന് പറഞ്ഞു ഒന്ന് പിടിച്ചു ഇത്രേ ഇങ്ങട്. അതുകൊണ്ട് അവൻ അങ്ങനെ കരുണയ്ക്ക് അർഹനാണ്. ആദ്യം അവന് കരുണ കൊടുക്കൂ, സത്യം പാലിക്കാൻ പറഞ്ഞു. ശരി, അവനോട് ഞാൻ കരുണ കാണിച്ചിരിക്കുന്നു. അപ്പൊ നിത്യാനന്ദൻ ചാടി രസിച്ചു. അവരാ ജഗായുടെ തലയിൽ പോയി തൊട്ട് ഇന്ന് തൊട്ട് നീ ശ്രീകൃഷ്ണപ്രേമുള്ളവനാകുന്നു. അവനതാ മോഹൻസിപ്പെട്ട് കിടന്നു. അവന്റെ പാവങ്ങൾ കൊലിച്ച് ഗംഗയിൽ പോയി വലിച്ചു കൊടുക്കും. അവനതാ വൈഷ്ണവനായിട്ട് മോഹതേജസ്. എല്ലാവരും വൈഷ്ണവന്മാരും ഈ ജഗായുടെ പരിണാമം കണ്ടുകൊണ്ട് അവനെ എണിപ്പിച്ചു. അവനതാ വൈഷ്ണവി. മതായിക്ക് സംശയം, അയ്യോ ഇനി ഞാനെന്ത് ചെയ്യും? ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് പാപം ചെയ്തവര്, അവൻ അങ്ങനെയാണത് കിട്ടിക്കഴിഞ്ഞു. ഇവനിത് കണ്ടപ്പോഴേക്കും അവന്റെ കോടാനുകോടി നമ്മമുള്ള അവന്റെ പാപജീവിതം തുടങ്ങിയിട്ടില്ല, ആ പുണ്യകാലം ഓർമ്മ ഒന്നെന്നാ പറയുന്നത്. അവനെല്ലാം മനസ്സിലാവാൻ തുടങ്ങി പെട്ടെന്ന്. ഇത് അവതാരമാണെന്ന് പെട്ടെന്ന് മനസ്സിലായി അവന്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് പഴയ ജന്മത്തില് ശ്രീകൃഷ്ണാവതാരത്തിൽ എത്ര കംസാദികൾ എത്ര ആൾക്കാരെ കൊന്ന് അങ്ങ് സായുജ്യം കൊടുത്തു. എനിക്കെന്ത് പറ്റി? അങ്ങ് ജഗത്തിന്റെ വിശ്വകരനല്ലേ, ധന്വന്തരി അല്ലേ, എന്റെ അസുഖം കണ്ടുപിടിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രതിവിധി പറയേണ്ടത് അങ്ങയുടെ ചുമതലയിൽ നിന്ന്. ഇതൊക്കെ ശരിയാണ്, ആ അസുരന്മാരെ ഞാൻ കൊന്നു ശരി, പക്ഷേ എന്റെ ദേഹത്തിൽ അമ്പെയ്തുവരെയാണ് ഞാൻ കൊന്നു മഹാഭാരതി. പക്ഷെ എന്റെ ഭക്തനായിട്ടുള്ള എന്റെ ജ്യേഷ്ഠന്റെ ഞാൻ ക്ഷമിക്കില്ല എന്നുള്ളത്. അപ്പൊ ജ്യേഷ്ഠൻ ക്ഷമിക്കാണ്, ഞാൻ ക്ഷമിക്കാറുണ്ട്. ഞാൻ എന്നോ ക്ഷമിച്ചു കഴിഞ്ഞു നിത്യാനന്ദ. അപ്പോ നിത്യാനന്ദ എന്റെ ഹൃദയത്തിലെ ഏതെങ്കിലും ഒരു ജീവിതകാലത്തിന് കരുണ തട്ടിക്കഴിഞ്ഞാൽ അവന് പിന്നെ എന്തിനാ വൈകുണ്ഠം? അപ്പോ ഈ മതായി പോയിട്ട് നിത്യാനന്ദന്റെ കാല് കെട്ടിപ്പിടിച്ചു. അങ്ങനെ മതായിക്ക് മോശം കൊടുത്ത് രണ്ടുപേരെയും തൂക്കിക്കൊണ്ട് വീട്ടിൽ വരാൻ പറഞ്ഞു. അന്ന് അവിടെ സങ്കീർത്തനം ചെയ്തു. അവർക്ക് ഗംഗയിലെ ഒരു ഘട്ട് ക്ലീൻ ചെയ്യലാണ് അവരുടെ ജോലി. ആ ക്ലീൻ ചെയ്യുന്നതായിട്ട് അവിടെ ആൾക്കാർ വന്ന് കുളിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യലാണ് അവരുടെ ജോലി.
അതിനാണ് ആ കെട്ട് ക്ലീൻ ചെയ്ത് അവരവിടേക്ക് ആരെങ്കിലും വല്ല അരിയോ വല്ല ഇടും. അതുകൊണ്ട് അവർ ആഹാരം ഉണ്ടാക്കി കഴിക്കും. അതായി പിന്നെ അവരുടെ ജീവിതം പരമവൈഷ്ണവന്മാരായിട്ട് ജീവിച്ചു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്നും ജഗായി മഥായി ഘാട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഗംഗയിലെ നവദ്വീപിലൊരു ഘട്ടുണ്ട്. എന്തിനാണ് ജഗായി മഥായി എന്ന് വെച്ചാൽ നിത്യാനന്ദന്റെ കരുണ കൊണ്ട് മാത്രമേ ഇപ്പൊ ആകാശത്തിൽ കൂടെ മേഘങ്ങൾ വെള്ളമുള്ള മേഘങ്ങൾ പോകുന്നു വേനൽക്കാലത്ത്. പക്ഷെ ഇവിടെ മഴ പെയ്ത് 5 കൊല്ലമായി ഈ ഭൂമിയില്. അങ്ങനെയുള്ള ചില വില്ലേജുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ 5 കൊല്ലമായി മഴ പെയ്തിട്ട്. പക്ഷെ മേഘങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ നോക്കുമോ ഈ വെള്ളമേഘമേ ഈ ലേശ 2 തുള്ളിയെങ്കിലും നമുക്കോടെ പെയ്തൂടെ എന്നിങ്ങനെ തോന്നും. മനസ്സിലായില്ലേ? അങ്ങനെ ആണ് ഈ ലോകത്തില് ശ്രീകൃഷ്ണ പ്രേമം. ശ്രീകൃഷ്ണനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, തപസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. സമയം അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചു, ഒരുക്കി വെച്ചു, ഒക്കെ ചെയ്തു. പക്ഷെ ഈ മേഘത്തിൽ നിന്ന് ഒരു തുള്ളി ജലം വീഴാവുന്ന പോലെ മേഘത്തിലെ ജലം ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ദേഹത്തിൽ 67% വെള്ളമാണ്. അതിൽ 100% പോകണം. കിട്ടിയാൽ തരക്കില്ല എന്നുള്ള രീതിയിൽ ഉള്ളൊരു പ്രാർത്ഥനയാണ്. ശരിക്കും അനുഭവിച്ചുകൊണ്ടും ധാതു ശരിക്കുള്ള അനുഭവിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. അങ്ങനെ ചെയ്താൽ എന്നെ കിട്ടില്ല എന്നാണ്. ഈ നിത്യാനന്ദന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗുഹ്യനായിട്ടുള്ള രാധാകൃഷ്ണമൂർത്തിയായിട്ടുള്ള ഗൗരാംഗനെ കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഗൗരാംഗം കൊടുക്കില്ല. അതിന്റെ തെളിവാണ് ജഗായി മഥായി ലീല. ആ ലീല നടന്ന ദിവസം ആ ക്ഷണം മഹാവധന്യാവതാരമായി. അസുരന്മാർക്ക് കൊല്ലല്ല ചെയ്ത് അവരെ സായുജ്യല്ല കൊടുക്കുക. ശ്രീകൃഷ്ണാവതാരത്തിലെ എല്ലാവരെയും ചക്രം കൊണ്ട് വന്നുള്ള ആൾക്കാരുടെ ആത്മാവ് പരമജ്യോതിയിൽ പോയി ലയിക്കുന്നത് കാണാന്ന് പറഞ്ഞു. ഭഗവാന്റെ ദേഹത്തിൽ പോയി ലയിച്ചു എന്നാണ് ജ്യോതി ആയിട്ട്. ഇവിടെ അതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഭക്തന്മാരാക്കി തന്നെ ചെയ്തു. വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളുടെ അവസ്ഥ സാക്ഷാൽ സത്സംഗയോഗം തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ചൈതന്യ അവതാരത്തിന്റെ മഹിമ. ആ ചൈതന്യ അവതാരത്തിന്റെ കരുണ നമുക്ക് നിത്യാനന്ദന്റെ കരുണയില്ലാതെ ഒരിക്കലും സാധ്യമല്ല. ശ്രീകൃഷ്ണാവതാരത്തിൽ ഗുരുവിനെ പറ്റി പറഞ്ഞില്ല. ഇതാ എന്റെ ഗുരു, എന്റെ ജ്യേഷ്ഠനാണ് എന്റെ ഗുരു. ആ ഗുരുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങള് ഡ്രൈ ക്ലീനിങ്ങിന്റെ പാത്രങ്ങളാവും എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളുടെ മുൻജന്മത്തെ സുഹൃതം, മഹാഭാഗ്യം, മഹായോഗം, യോഗം ഉണ്ടാവണ്ടേ ഇത് കിട്ടാൻ, ഭാഗ്യം വേണ്ടേ, സുഹൃതങ്ങളൊക്കെ ഉണ്ടാവണ്ടേ. ഇതൊക്കെ പാടിത സിംഗിൾ പോയിന്റ് ക്ലിയറൻസ്. ഇതാ നിത്യാനന്ദൻ സിംഗിൾ പോയിന്റ് ക്ലിയറൻസ് കേട്ടോ. മോഡിയൊക്കെ പറയില്ലേ എത്ര വലിയ ഡെവലപ്മെന്റ് വരണമെങ്കിൽ സിംഗിൾ പോയിന്റ് ക്ലിയറൻസ് പറഞ്ഞ പോലെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ യൂണിവേഴ്സിറ്റി. അത് കലികാലത്തിലെ ശ്രീകൃഷ്ണനായിട്ടുള്ള ചൈതന്യപ്രഭു എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് നിത്യാനന്ദ മേഴ്സി ഗുരു. ഇന്നിപ്പോ ഇസ്കോൺ എന്താണ് നിൽക്കുന്നത് വെച്ചാൽ എല്ലാ നമ്മളെ എന്താണ് ഇത് ലാസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കണം വലിയ കാര്യം. ഈ ഇസ്കോൺ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചൈതന്യമാപ്പിന്റെ സമ്പ്രദായമാണ്. ഇവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ ഗുരുദത്തുള്ളതാണ്. ആ ഗുരുദത്തുള്ളതുകൊണ്ട് നമ്മളെ ഓരോരോ അവസരങ്ങളിലും മറ്റൊക്കെ ആനയും ബഹളം വേടി ഇട്ടും പൊട്ടി എല്ലാവരും പോയി പിരിഞ്ഞു പോയി. ഇവിടെ അതല്ല. ഇവിടെ ഇതുപോലെ പ്രഭാഷണങ്ങൾ നടത്തണോ? ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ജന്മാഷ്ടമി ആവട്ടെ, ത്രയോദശി ആവട്ടെ, ദർശനം എല്ലാത്തിനും ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സമയം ഇവിടെ കണ്ടുവച്ചിരിക്കുന്നു. അത് നിത്യാനന്ദ പ്രഭുവായിട്ടുള്ള ഗുരുതത്വത്തിനുള്ള ബന്ധം കൊണ്ടാണ്, ചൈതന്യമാപ്പിന്റെ പ്രത്യേക ആഗ്രഹം കൊണ്ടാണ്, ആജ്ഞ കൊണ്ടാണ് അത് നടക്കുന്നത്. അത് ഇസ്കോണിലും ഗൗഡിയ സമ്പ്രദായത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് മേന്മയായിട്ട് ആർജിച്ച് ഇന്നും മറ്റുള്ള എല്ലാ സമ്പ്രദായങ്ങളെക്കാട്ടിലും ടോപ്പായിട്ട് പോകുന്നത്. ജീവനിൽ വേണ്ടതായിട്ടുള്ള ഗുരുതത്വം അവരെ കൊടുക്കുന്നു. അതുപോലെ അവരെ അതിലേക്ക് ആകർഷിച്ച്, അതിലെ രസത്തിൽ ആകർഷിച്ച് വെക്കുന്നു. അത്രയും ഒറിജിനൽ ആയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ ചൈതന്യമാപ്പിന്റെ ഈ സമ്പ്രദായം. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ അതില് വളരെ ബാധ്യസ്ഥരാണ്. ഈ ചൈതന്യ സമ്പ്രദായത്തിലെ ഈ ചൈതന്യ നിത്യാനന്ദ സമ്പ്രദായത്തിലെ വരുന്നതുകൊണ്ട് എന്താണ് നമുക്ക് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയധികം പാവമുണ്ടായിട്ട് നമ്മള് അവിടെയും ഇവിടെയും പോണതിന് മുമ്പ് തന്നെ ഏതോ ഒരു ഡിവോട്ടിക്ക് ഒരു പുസ്തകം തന്നു, അല്ലെങ്കിൽ പുസ്തകം വാങ്ങി. ആ വാങ്ങിയതുകൊണ്ട് വായിച്ചു നോക്കിയില്ല, വാങ്ങി ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞൊരു പ്രഭാതം ഒരാള് ഇംഗ്ലീഷ് പുസ്തകം എല്ലാവരും ആദ്യം വെച്ച് കെട്ടിയത് പറയാം.
വായിക്കാൻ അറിയോ ചോദിച്ചു, ഇല്ല ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ല. ഓക്കെ, കീപ് ഇറ്റ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞത് പ്രഭാത. അപ്പൊ അങ്ങനെയുള്ളതായിട്ടൊരു ഭാഗ്യം. വായിക്കാൻ അറിഞ്ഞിട്ടൊന്നുമില്ല, അതിന് ഡ്രൈ ക്ലീനിങ് എന്തോ പെട്ടെന്ന് ക്ലീനായി. അങ്ങനത്തെ ഒരു അവസ്ഥ. അത് നിത്യാനന്ദ പ്രഭുവിന്റെ ഗുരുതത്വം കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കാം. നിത്യാനന്ദപ്പനെ പ്രത്യേകമായിട്ട് നമുക്ക് പിടിച്ചാലൊന്നും കിട്ടില്ല നിത്യാനന്ദനെ, നിത്യാനന്ദ പ്രേമം എന്ന് പറയുന്നത്. പക്ഷെ നിത്യാനന്ദനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. ചൈതന്യമാർക്കും മാത്രം നമ്മളിപ്പോൾ രണ്ടും ഉണ്ടാവില്ല, ചിലപ്പോൾ കൃഷ്ണനോട് മാത്രമേ ഉണ്ടാവും. അതൊക്കെ ത്രേതായുഗത്തിൽ ജീവിക്കുന്നതിന് ആദ്യം പോയിട്ട് കലികാലത്തിലെ ജീവിച്ചിട്ട് നമ്മളെ ഓരോത്തിൽ പോകണമെങ്കിൽ വീണ്ടും ത്രേതായുഗത്തിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ദ്വാരത്തിലേക്ക് പോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ട. ശ്രീകൃഷ്ണനേക്കാളും കൂടുതലായിട്ട് നമ്മൾ രാധാകൃഷ്ണമൂർത്തിയായിട്ടുള്ള ഗൗരാംഗന്റെ പ്രേമഭക്തി, സങ്കീർത്തന ഭക്തിയിൽ പിന്നെ നമ്മളെ ഭാഗവാക്കാക്കട്ടെ. ആ ഭാഗവാക്കാക്കിയ ഭക്തിയിൽ നിലനിർത്താനായിക്കൊണ്ട് ഈ സംഘർഷമൂർത്തിയായിട്ടുള്ള ഈ ബലരാമനായിട്ടുള്ള ഏത് തപസ്സിനും ബലമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ബലരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ ഹരേ ഹരി. താങ്ക് യു.